ഇതൊരു 500 കിലോമീറ്ററിൻ്റെ മുകളിലാണ് ക്ലച്ച് പണിതതിന് ശേഷം നമ്മൾ ഓടിയിട്ടുള്ളത്. ഇവിടെ നിന്നും ആള് കയറാണ്ട് കേട്ടോ. ആള് കയറ്റാൻ വെട്ടി മുറുക്കൽ ഞാനും കൂടി ഒന്ന് വലിച്ച് എന്തെങ്കിലും ടൈറ്റ് ആണെങ്കിൽ ടൈറ്റ് ചെയ്യാം. ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് രാത്രിയാണ് കേട്ടോ. രാത്രിയാണ് വീഡിയോ പിടിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ ആണ്. ലുലു മോളിലാണ് നിൽക്കുന്നത്. റീനു മോളിലാണ് നിൽക്കുന്നത്. ലുലു മോളിൽ പറഞ്ഞ റീനു മോളിന്റെ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈസ്റ്ററാണ്. അജീഷ് ലോഡ് കയറ്റി നമ്മുടെ കാലടിയിൽ നിന്നാണ് വരുന്നത്. അപ്പം മരമല്ലല്ലോ എന്താ പറയുക, മരത്തിൻ്റെ പൊടി, അറക്കപ്പൊടി എന്ന് പറയുക ഫുൾ പൊടിയല്ല, മറ്റേ പീസായിട്ടുള്ള ചിന്തി. അപ്പോൾ അത് കയറ്റിയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അത് എവിടേക്ക് തിരിച്ചിട്ടുക, ഈ റോഡ് ഭാഗത്തേക്ക്, ഈ റോഡ് എത്തണ്ട, ഭവാനി ആ സൈഡ് എവിടെ കണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് ഞങ്ങൾക്ക് ഓടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും വണ്ടിയിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക, അവിടെ പോയി പോസ്റ്റായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നതാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈസ്റ്റർ വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആഘോഷിക്കേണ്ട വന്നേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീട്ടിലായി. അതെ, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഹോട്ടലിലായിരുന്നു. അതെ, അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് വെറൈറ്റി ഒരു 10 വെറൈറ്റി പിന്നെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയായിട്ട് എന്താ പറയുക, ഒരു ആഘോഷമാക്കി ഞങ്ങൾ പരിപാടി. വീട്ടിലാണ് ഈ കറി വെച്ച് മടുക്കും നമ്മൾ. അത് വെച്ച് ഇത് വെച്ച് അത് തന്നെയല്ലേ വീട്ടിൽ വയ്ക്കണേക്കാൻ സുഖമായിട്ട് പരിപാടി കഴിഞ്ഞു. വൈകുന്നേരം ഫുഡ് വയ്ക്കേണ്ട ആവശ്യമില്ലാണ്ടായി അല്ലേ, ഫുള്ളായി. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിതേനെ വീട്ടിലാക്കിയിട്ട് പോവാണ്. അപ്പോൾ ഈ കട കൂട്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. ഇത് നിതയുടെ വേറൊരു വീടാണ്. ഇവിടെ ഉള്ളപ്പോഴാണ് കേട്ടോ കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളത് നിതേനെ. അതെ, അന്ന് കടയുണ്ട്, അന്നും ഈ കടയുണ്ട്. അന്ന് ഈ കട ഇവിടെ ആയിരുന്നു. എന്താ മുത്ത് എന്താ പറയാണെന്ന് പറഞ്ഞു, ഗായ്സ് എന്ന് പറഞ്ഞ് നിർത്തി. ഗായ്സ് 5 പ്രാവശ്യം. അതായത് ട്രാവൽ ബ്രോസിന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീനേച്ചിയുടെ കടയിൽ നിന്ന്, റീനൂസിന്റെ കടയിൽ നിന്നും ഒരു മിഠായി. റീനു സമ്മതിക്കണ്ടേ? അപ്പൊ നീ അതിനുള്ള പണി ഇവിടെ കൂടുതൽ എടുക്കേണ്ടി വരും. അതെ, കാടമുട്ടയുടെ പാക്കറ്റിന്റെ പുഴുങ്ങിയിട്ടില്ല. ഇതൊരു കാര്യം ചെയ്തോ, ഇതെടുത്തിട്ട് നീയേ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചൂടുവെള്ളത്തിലിട്. എന്നിട്ട് പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ഇപ്പൊ ഈ മുട്ടയ്ക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് 30 രൂപയ്ക്ക് വിൽക്കാം. പുഴുകണ പൈസ നിങ്ങൾക്ക് ലാഭമായി. അജീഷ് ടോള് കിടന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ അവൻ നടത്തറയ്ക്ക് എത്തും. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കട അടച്ചിട്ടാണോ പോണേ? അല്ല, അപ്പോൾ നമുക്ക് പോകാമെന്നാ. അപ്പോൾ എന്താ വണ്ടി എടുത്തോ, ഇത് എടുത്തോ. അപ്പോൾ അതേ കാറ് നമ്മുടെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ എന്നിട്ട് അവിടെ തിരിച്ചിങ്ങോട്ട് എടുക്കാമെന്നല്ലേ. ശരി, അപ്പോൾ നമുക്ക് നേരെ വിട്ടു പോവാം കേട്ടോ. നമ്മളെത്തുമ്പോഴേക്കും അജീഷ് എത്തിയിട്ട്, അജീഷ് ലൈറ്റൊക്കെ ഇട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അകലേന്ന് കണ്ട തട്ടുകടയെ നമ്മുടെ വണ്ടി കണ്ടോ കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നീ കളിയാക്കിയില്ലേ, മാലബൾബ് ഇട്ട് നിർത്തിയേക്കാന്ന് പറഞ്ഞിട്ട്. തട്ടുകടയിൽ മാലബൾബ് ഇട്ട് നിർത്തിയേക്കണ വണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട്, വെള്ളം, അതുപോലെ തന്നെ എൻ്റെ ബാഗ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് അതൊക്കെ എടുത്തു വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഫുള്ള് കയറ്റിട്ടോ. ഇനി വെള്ളം ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇത് വിട്ടോന്നാ. അപ്പം ഇതേ മുത്തും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, നാളെ എന്നാണല്ലോ നമ്മൾ പറയുക. നാളെ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയോ? ചെല്ലെന്നാ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം വിട്ടോ. 5-ാം തീയതി ആകുമ്പോഴേക്കും വരാം കേട്ടോ. അത്രയുണ്ട് അല്ലേ? ചെല്ലെന്നാ. അജീഷ, ഇവനെ കൊണ്ടുപോകണമെന്നാണ് നീ പറയണേ? സ്കൂളില്ല, പക്ഷെ ഇവനെ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കിയതിന് ശേഷം കൊണ്ടുപോകാം. പൊക്കോ മുത്തേ, ചെല്ലേ അമ്മ കയറണു. ചെല്ലേ. അപ്പോൾ നമുക്ക് നീങ്ങിയാലോ? ഓക്കെ, അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് എടുക്കാം. എത്ര നേരം എന്തായാലും അജീഷ് ഓടിച്ച് വന്നല്ല. ഇത് നമ്മളുടെ പൊടിയാണ് കേട്ടോ, ഫുള്ള് മറ്റേ മരത്തിൻ്റെ പൊടിയില്ലേ, ആ സാധനമാണ്. അത് കാരണം ഇത്ര ഹൈറ്റ് കണ്ടോ, എത്ര ഹൈറ്റിലെ ലോഡ് നോക്കി. ഏറ്റവും ലോഡിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയ ലോഡാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ എന്തായാലും ലോഡ് കയറ്റി. ഇത്ര ലോഡ് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുള്ളതാണ്. പോവല്ലേ? അപ്പോൾ നമുക്ക് നേരെ വിടാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ. കാരണം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ 2 രൂപ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയ്ക്ക് അടിക്കണം അജീഷേ? 2000 രൂപയ്ക്ക് എടുത്ത് തമിഴ്നാട് എത്താനുള്ള അടിച്ചാൽ മതി. അപ്പോൾ 2000 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലേക്ക് എത്താം. അപ്പോൾ ഇത് ചുവന്ന മണ്ണാണ്. ഞങ്ങളിപ്പോൾ അവിടുന്ന് മണ്ണുത്തിന്ന് വണ്ടി എടുത്ത് നേരെ ചുവന്ന മണ്ണിലേക്ക് എത്തി.
അപ്പൊ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, തിരക്ക് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മുടെ നാട്ടിലല്ലേ കിട്ടുന്ന പൈസയാണ് നമ്മൾ കൊണ്ടുവന്ന് തമിഴ്നാട്ടുകാർക്ക് കൊടുക്കുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിൽ എത്ര 1 രൂപ കൂടുതലാവുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് കുറവ് കിട്ടുക എന്നുള്ളത് നോക്കി. അല്ലെങ്കിൽ നമ്മുടെ സുഖമായിട്ട് നമ്മുടെ നാട്ടില് 35,000 രൂപ കൊടുക്കേണ്ട സാധനം നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് 35,000 രൂപ കൊടുക്കുക. ഇത് ഗവൺമെന്റ് മനസ്സിലാക്കണില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. താൽക്കാലിക ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ടേ എത്ര പൈസ നമ്മുടെ ഗവൺമെന്റിന്റെ പോണേ. ചാവി ഊരി തരാം, ഓഫ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഡീസൽ ഒരു 2000 രൂപയ്ക്ക് ഡീസൽ അടിക്കട്ടെ കേട്ടോ. 2000 ഡീസല്. ഇവിടുന്ന് അധികം വണ്ടിക്കാരൊന്നും ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോണ ആൾക്കാർ തമിഴ്നാട്ടുകാർ ഡീസൽ അടിക്കൽ കുറവല്ലേ. തമിഴ്നാട്ടിൽ പോയിട്ടല്ലേ കൂടുതൽ ഫുള്ളാക്കുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗവൺമെന്റിന് കിട്ടുന്ന പൈസ മുഴുവൻ തമിഴ്നാട്ടുകാർ മേടിച്ചെടുക്കുക. ആകെ തമിഴ്നാട്ടിൽ ഇവിടെ ആയിട്ട് 1 രൂപ 2 രൂപ എത്ര വ്യത്യാസം. ഇത് 95 രൂപ 10 പൈസ നമ്മുടെ ഇവിടുത്തെ റേറ്റ്. ഇനിയിപ്പോ 95.10 എന്നുള്ളത് തമിഴ്നാട്ടിലാകുമ്പോൾ 93.10 ഉണ്ടാവുള്ളൂ. 2 രൂപയല്ലേ കുറവ്. നമ്മുടെ AC തണവ് പോവും അടച്ചു നിർത്താൻ. അപ്പോൾ ആ 2 രൂപ കൂടുതൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ 2000 രൂപ അടിക്കണത് അവിടെ 30,000 രൂപ അവിടെ കൊണ്ട് കൊടുക്കട്ടെ. ഗതികേടായി. കുഴപ്പമില്ല, റെഡിയാവും. നിനക്ക് ഫീലിംഗ് ഉണ്ടായില്ലേ? അവനൊരു ഫീലിങ്ങും ഇല്ല. കുറച്ചടിച്ചാൽ മതിയല്ലോ എന്നല്ലേ. നമ്മുടെ വണ്ടിയിലത്തെ ലോഡ് കണ്ട. ഇത് മരത്തിൻ്റെ കമ്പ് വെച്ചിട്ടുണ്ടോ സൈഡ് മൊത്തം? മരത്തിൻ്റെ കമ്പുമ്മലാണ് ചാരി നിർത്തിയിട്ടുള്ള അല്ലേ. അതുമ്പോൾ ലോഡായി അങ്ങനെ ടൈറ്റായി നിൽക്കൂലേ. നോക്കിയേ എന്തിട്ടാ ലോഡ് നോക്കിയേ. എൻ്റെ പൊന്നെ കണ്ടോ, എത്ര ഹൈറ്റ് ലോഡാണ്. ക്യാബിനേക്കാളൊക്കെ എത്ര മുകളിലാണ് നിൽക്കണേന്ന് നോക്കിയേ. എൻ്റെ പൊന്നോ, ഇങ്ങനെയാണ് ലോഡ്. നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും എങ്ങനെയായാലും എന്താ പറയുക, നമ്മുടെ ടണ്ണേജിൻ്റെ കൂടുതലില്ല, ടണ്ണേജിനേക്കാളും കുറവാണ്. ഇത്ര ലോഡ് കയറ്റിയിട്ടും ടണ്ണേജിൻ്റെ അത്ര ആയിട്ടില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ കനം കുറഞ്ഞ സാധനമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിന് ഹൈറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ കയറ്റേണ്ട തന്നെ വരും. പായ പിന്നെ അതേ ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓടിച്ചുകൂടെ എത്തി. എന്തായാലും ഇനിയിപ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോൾ ഫുൾ ടാങ്ക് ഡീസലാക്കിയിട്ട് അങ്ങോട്ട് പോവാം. നമ്മുടെ തുരങ്കം നമുക്ക് ഇനി അടുത്തത് പാലിയക്കര. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലിയക്കര കഴിഞ്ഞ് ഇനി പന്നിയങ്കര ഒരു ടോള് കിടിയില്ലേ. പന്നിയങ്കരുണ്ട്, വാളയാറുണ്ട്. ടോള് കൊടുത്ത് ഒരു പരിവാവൂലേ. 515 വെച്ചിട്ടല്ലേ, 515 555 അങ്ങനെയൊക്കെയല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നീ ഇട്ടോടത്തുനിന്ന് 0 അടിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ശരിക്കും 3.5 മൈലേജ് ഇവിടുന്ന് കയറ്റം. അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോ കയറ്റില്ലല്ലോ ഒറ്റ സ്ഥലത്തും. അപ്പൊ 3.7 അല്ലായിരുന്നു കാണിച്ചായിരുന്നേ. 3.89 വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ വീണ്ടും ഈ കയറ്റം കയറി വരുമ്പോ കുറഞ്ഞു കിട്ടോ. ശരിക്കും ഇപ്പൊ മൈലേജ് 3.5 വന്നു. ഞാൻ അവിടുന്ന് എടുത്തപ്പോ 6 ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടണില്ല. പിന്നെ ഈ തുരങ്കം കയറ്റം തന്നെയാണ്, നമുക്കത് അറിയില്ല എന്നുള്ളൂ. സംഭവം അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. പിന്നെ സിംഗിൾ ലൈനുമാണ് ഇപ്പൊ. കാരണം അപ്പുറത്തെ ഇത് അടച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കുറെ നാളുകളായി. അപ്പൊ അതുകൊണ്ട് ഒറ്റ വരും പാല് ചെയ്തിട്ട് ബാക്കിൽ വരുന്ന വണ്ടികൾക്കൊന്നും പോകാനും പറ്റില്ല. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ടോള് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കഞ്ഞി കുടിച്ച സ്ഥലമുണ്ട്. അവിടെ അജീഷ് ഒരു കഞ്ഞി കുടിക്കും. ഞാൻ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി ഇങ്ങനെ കഴിക്കും അല്ലേ. അജീഷ് ചെട്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ അജീഷ് ചോദിച്ചപ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതാ. ഇനി ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ ചേട്ടന്ന്. അതുകൊണ്ടല്ലാണ്ട ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് നല്ല ഹെവി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരം കഴിക്കുന്നത് ലേറ്റ് ആയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം അതാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും തുരങ്കത്തിനുള്ളത് നമ്മൾ കാറും കൊണ്ട് പോകുമ്പോൾ ഫീ എന്ന് പറഞ്ഞ് പോണതാ. ഇതിന്റെ ഉള്ളിലൊരു കയറ്റാന്നുള്ളത് നമ്മൾ ഇവിടെ ഓടിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു തുരങ്കം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുതിരാൻ കയറുകയാണെങ്കിലത്തെ കാര്യം, പഴയ കാലത്തെ കാര്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അജീഷ് ആ സമയത്ത് വണ്ടി ഓടിക്കണില്ലേ? പഴയ കുതിരാനിൽ വെച്ചിട്ട് ബസ്സിലായിരുന്നു അല്ലേ ആ സമയത്ത്. എന്നാലും ഒരു വണ്ടീനൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ എന്ത് പാടായിരുന്നു അല്ലേ. ബ്ലോക്ക് എന്നും ആ ബ്ലോക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു വരും അല്ലേ. ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ട്. കാരണം കൊമ്പഴ ഒരു പാലുണ്ട്, അതൊക്കെ ചെറിയ പാലാ, ഇരുമ്പ് പാലം.
അപ്പൊ അതിനെന്താ പറയാ, ഇരുമ്പ് പാലം ഇരുമ്പ് പാലം. അപ്പൊ ഇതിന്റെ അടിയിൽ എവിടെ അടിയിൽ പെട്ടു. അവിടെയൊക്കെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ബസ്സുകാരൊക്കെ ആണെങ്കിൽ അത് നോക്കി വന്നില്ലെങ്കിൽ അവിടെ ബ്ലോക്കിൽ പെട്ട ഇവർക്ക് 1 മിനിറ്റ് സമയം എടുത്തിട്ടല്ലേ ഇവര് ഓടിക്കുന്നത്. 1 മിനിറ്റ് ഇല്ലല്ലോ അല്ലെ, സെക്കൻഡ് അല്ലേ. വടക്കഞ്ചേരി വരുമ്പോ 3-4 വണ്ടികൾ കൂട്ടിമുട്ടല്ലോ, ഗോവിന്ദാരം വണ്ടി അങ്ങനെ. അപ്പൊ അവിടെ വരുമ്പോ സമയം കുറയും. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് വന്നിട്ട് കേട്ടോ, അജീഷ് തീരെ സംസാരിക്കുന്നില്ല, അജീഷ് ഒന്ന് ആക്റ്റീവ് ആവണമെന്നിട്ടാ. അജീഷ് നീ നിന്റെ മുതലിൽ ക്യാമറ തിരിക്കുമ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് സംസാരിക്കുള്ളൂ, ഇല്ലെങ്കിൽ വഴക്കൂടി നമ്മൾ പോവാന്ന് വിചാരിക്കും ലോഡ് കിട്ടാൻ. ഇവർക്കറിയില്ലല്ലോ നീ സംസാരിക്കാത്ത ആളാന്നുള്ളത്. അപ്പൊ ശരിയാവും സംഭവം. എന്നാലും സ്റ്റാർട്ടിങ് ടബിളായിട്ട് അവനിങ്ങനെ മാറി ശരിയായി വരുന്നുള്ളൂ. അപ്പൊ ശരിയായി കഴിഞ്ഞാൽ അജീഷ് സംസാരിച്ചു തുടങ്ങും കേട്ടോ. കറക്റ്റ് വീതിയായില്ലേ എന്റെ പൊന്നെ. അതും വലിയ വണ്ടികളൊക്കെ വരുമ്പോ നോക്കിയാൽ നല്ല ബുദ്ധിമുട്ടായി. ഇവിടെ എന്തിട്ട് കിടത്തി വിടാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ ആലോചിക്കണം. ആ സെന്റർ പോർഷൻ മാത്രം ഒന്ന് പൊടിച്ചിട്ട് കറക്റ്റ് ചെയ്തുകൂടെ അവർക്ക്. ഇവിടെ സർവീസ് റോഡും ഇല്ല പോരത്തേന് അല്ലേ. അങ്ങോട്ട് പോകാനുള്ള റോഡാ, പഴയ റോട്ടിക്ക് പഴയ റോഡ്. പഴയ കുതിര റോഡ് മാത്രമേ ഉള്ളൂ. അതൊന്നും ശരിയാക്കിയിട്ടില്ല ആ റോഡുകള്. അതൊന്നും പണി ആരെ പോണത് അല്ല. എന്നാലും ശരിക്കും റോഡ് നന്നാക്കിയിട്ടുണ്ടേ. അതുമില്ല. ഇതേപോലത്തെ വലിയ വണ്ടികളൊക്കെ വന്ന് എങ്ങനെ പോണത് ഇതൊക്കെ. ഇനിയിപ്പോ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അജീഷിന് കഞ്ഞി കുടിക്കണം. അതോടൊപ്പം എനിക്ക് കഞ്ഞിയുടെ വെള്ളവും കുടിക്കണം. കഞ്ഞിവെള്ളം ഫ്രീ അല്ല അജീഷ്? അതിന് ചെറിയ ഒറ്റയ്ക്ക് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. എന്തെങ്കിലും കുടിക്കണം, അതല്ല ലേശം തരണം മതി, അങ്ങനെ മതി. അത് കാശ് ലാഭം നോക്കിയിട്ടല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ വീണ്ടും ഹെവിയാവും. അപ്പൊ അതുകൊണ്ടാണ്. പരിപ്പൂടെ വീടുകൂടെ കിട്ടും ഈ സമയത്ത്? കിട്ടാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും മതി, എന്തെങ്കിലും ലേറ്റ് ആയിട്ട് മതി. ഇനി നമ്മുടെ 515 തന്നെയല്ലേ ഇവിടെ? 515 സ്ഥലം കത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതിലങ്ങോട്ട് പിടിക്കാം. ഇനി നമ്മളുടെ ചാർജ് ചെയ്ത് ഏതാണ്ട് തീരാറായിരുന്നത് കേട്ടോ. ഇത് പടപടേത് തീരെ ഒരു 5000 ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാലേ ഇപ്പൊ നമുക്ക് മറ്റുള്ള കാറൊക്കെ ആണെങ്കിൽ ഒരു 5000 ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ ദൂരം പോവാം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഈ 515 ആയതുകൊണ്ട് എന്താ പറയാ, ഒരു 5 സ്ഥലം ചാടി കഴിയുമ്പോഴേക്കും തീരാണ് കേട്ടോ. 5-10 സ്ഥലത്തേക്കുള്ള സംഭവം ഉള്ളൂ. എവിടെയാ? ഏതെങ്കിലും മറ്റേ ഇവര് വരുന്നുണ്ടാവും, എന്തെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും വരുന്നുണ്ടാവും. ഇടിപ്പിച്ചു കളയാനാണോ പറയണേ? ടോളിന്റെ ഉള്ളിൽ ആളില്ലല്ലോടാ. ടോളിന്റെ ഉള്ളിൽ ആള് വേണ്ടല്ലോ, സ്കാനിങ് ആകുമല്ലോ. അങ്ങനെ ഉള്ളിൽ ഒരാളിരിക്കും. ഇത്ര പോലീസുകാർ നിൽക്കണേ. അവിടെ കഴിഞ്ഞിട്ടുണ്ട് പോലീസുകാര് കണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ആവശ്യമില്ലാണ്ട് ഈ വണ്ടി ലോഡും വണ്ടി 50 സ്ഥലത്ത് ബ്രേക്ക് ഔട്ടി നിർത്തി ഓരോ പോലീസുകാരും വിളിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് പേപ്പർ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരാവശ്യമുള്ള ആൾക്കാർ വന്ന് നോക്കട്ടെ. നമുക്ക് പാലം കയറണേക്കാളും മുന്നേ താഴ്ത്തേക്ക് ഇറങ്ങണ്ടേ? പാലം കയറിയിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങണ്ടേ അല്ലേ? അപ്പൊ എന്താ പാലം കയറി താഴ്ത്തിറങ്ങി ഒരു കഞ്ഞി കുടിച്ച് അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് പോകാം. അപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ട് അജീഷ്, നല്ല സ്മൂത്തായി വണ്ടി ഓടിക്കാൻ. എനിക്ക് തോന്നുന്നു ക്ലച്ച് മാറ്റി നമ്മൾ കൊണ്ടുവന്ന ആലപ്പുഴ പോയി ഓടിച്ചില്ലേ, അതിനേക്കാളും വണ്ടി ഫ്രീ ആയി ഓടിക്കാൻ. നല്ല സെറ്റായി വണ്ടി, അടിപൊളിയായി, വലിയും കൂടി നല്ല സ്മൂത്തായി, നല്ല രസമായി. ഇപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കൊരു ചാർജ് കിട്ടിയായിരുന്നു. അതെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ട്രാഫിക്, നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്കൂടെ പോയി. പക്ഷെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അപ്പുറത്തെ സൈഡിൽ കയറ്റി ഓടിക്കാറില്ല ഒരിക്കലും. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിന്റെ ഒപ്പം ആ വണ്ടിയുടെ ബാക്കിലിട്ടാ നമ്മൾ മറ്റുള്ളവർക്ക് ലൈൻ ട്രാഫിക് പറഞ്ഞു കൊടുക്കുന്ന ആളാ. പിന്നെ നമ്മൾ അതിൽ ഓടിക്കും. അപ്പൊ അജീഷ് ആയാലും ഇതിന് ശേഷം ഇതേവരെ അവൻ ആ വഴിയെ ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അവിടേക്ക് കുഴപ്പമില്ല. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒതുക്കി നിർത്തിയിട്ടാ. അപ്പോൾ അജീഷ് ഇതേ തൊട്ടപ്പുറത്ത് ഒരു കടയിലേക്ക് പോയിട്ടുണ്ട്. കഞ്ഞിക്കട അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ കഞ്ഞിയുണ്ട്, ദോശയുണ്ട്. അപ്പുറത്ത് കഞ്ഞി മാത്രമേ ഉള്ളൂ. അപ്പോൾ അജീഷ് അപ്പുറത്തേക്ക് പോയി. ഞാനാണെങ്കിൽ ഇപ്പുറത്ത് വല്ല ദോശ എങ്ങനെ കിട്ടുമെന്ന് നോക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിത് സ്ഥിരം കയറാറുള്ള കടയാണ്. അപ്പുറത്തെ കടയിൽ ഇതേവരെ കയറിയിട്ടില്ല. അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ. അപ്പോൾ അജീഷ് അവിടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ കടയിലേ കഞ്ഞി മാത്രമേ ഉള്ളേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദോശ കിട്ടും. അപ്പോൾ എനിക്ക് കഞ്ഞി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ദോശ കിട്ടും. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ വണ്ടി എടുക്കുക. ഇനി എനിക്ക് തോന്നുന്നു 100-120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആദ്യം കോയമ്പത്തൂരിൽ നിന്ന് ഈറോഡ്, ആ റൂട്ടിലാണ് പോകേണ്ടത്. എനിക്ക് തോന്നണ ഭവാനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണെന്നാണ് അജീഷ് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും
നമുക്ക് യാത്ര തുടങ്ങാം. അജീഷ് വണ്ടി എടുത്ത് വരട്ടെ. അങ്ങനെ നമ്മൾ പാലക്കാട് ലുലു കണ്ടു കേട്ടോ. ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ അജീഷ് എന്നെ കാണിച്ചു തന്നു. കണ്ണാടിയിലുള്ള പാലക്കാട് ലുലു കണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ നാടിന്റെ ആ പ്രൗഢി അവൻ ഉയർത്തി കാണിക്കാൻ വേണ്ടി എന്നെ ഒന്ന് കാണിച്ചു തന്നു. അല്ലേ അജീഷേ, ഞങ്ങളുടെ നാട്ടിലും വരൂടാ. അപ്പൊ ഞാൻ പറയും, എടാ ഞങ്ങളുടെ തൃശ്ശൂരത്തെ ലുലു കണ്ടോന്ന് ഞാൻ നിന്നോട് ചോദിക്കും കേട്ടാ. ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ട് നീ അങ്ങോട്ട് സ്റ്റാർ ആയിക്കോ. പക്ഷെ ഇത് അത്ര വലിപ്പമൊന്നുമില്ല അല്ലേ, വലിയ നമ്മുടെ എറണാകുളത്തെ ലുലുവിന്റെ അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ. കാഴ്ചയിൽ ഇങ്ങനെ കാണുമ്പോ നിറച്ചും വണ്ടികളുണ്ട്, ഫുള്ള് വണ്ടികളും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. 11 മണി വരെയാന്ന് തോന്നുന്നു. എറണാകുളമൊക്കെ 11 മണിയാന്ന് തോന്നുന്നത്. ഇവിടെ എത്ര മണി വരെയാന്നുള്ളത് കറക്റ്റ് അറിയില്ല സംഭവം. പാലക്കാടായാലും ആൾക്കാർ നേരത്തെ വീട്ടിൽ പോണതുകൊണ്ട് ചിലപ്പോൾ 10 മണിക്കും 9 മണിക്കൊക്കെ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് കുടുംബം പറ്റുന്ന ആൾക്കാരല്ലേ, അപ്പൊ അവര് വിചാരിക്കും പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അത് ഞങ്ങൾ തുറന്നു വെച്ചേക്കണേന്ന്. അപ്പൊ ചിലപ്പോൾ അടച്ചു പോവും. അങ്ങനെയുണ്ട് സംഭവം. പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല കേട്ടോ. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ കയറി പിന്നെ ചായ കുടിക്കാനായിട്ട് പോയത്. അതായത് നമ്മളിപ്പോ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ ട്രാക്ക് എടുത്തു. തൊട്ടപ്പുറത്ത് അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരണേന്ന് പറഞ്ഞ് നമുക്ക് എന്താ പറയാ, ഈ ഫൈൻ അടച്ച 1000 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ഒരു വണ്ടീനെ വെട്ടിച്ച് നമ്മൾ പോകും. അത് ശരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ 2 വണ്ടിയുടെ പടം ഉണ്ട്. ആ സമയത്ത് ഇപ്പുറത്ത് ഒരു വണ്ടി ഉണ്ട്, അതിനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഫൈൻ ഇല്ലാത്തൊരു രീതിയിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ലൈൻ ട്രാഫിക് വേണമെന്ന് 100% ഞാൻ പറയുന്ന ഒരാളാണ്. കാരണം ഈ ലോറിക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ കൂടെ ചേർന്ന് പോകുമ്പോൾ നമ്മളൊരു കാറിൽ വരികയാണെങ്കിൽ നമുക്ക് അവരെ വെട്ടിക്കാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ കാറിൽ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ പറയാറുണ്ട്, ലോറിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചേർന്ന് പോട്ടോന്ന്. അപ്പോൾ ഈ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോണ സമയത്ത് ഇതേപോലെ ക്യാമറ അടിച്ച് ഇതേപോലെ ഫൈൻ ഒരു 10 ഫൈൻ വന്നു കഴിഞ്ഞാൽ 1000 വെച്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വണ്ടീനെ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതൊരു വലിയ പ്രശ്നമാണ്. അത് കഴിയുമ്പോൾ ഞാനൊന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് വീണ്ടും ഇതിങ്ങനെയാകുമ്പോൾ പ്രശ്നങ്ങളല്ലേ. പിന്നെ ഇതിന് കേസ് കൊടുക്കാനൊക്കെ പറ്റും സംഭവം. പക്ഷെ ഇത് നമ്മളൊരു കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് 1000 രൂപയാണ് ഇതിന് ഫൈൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ശരിക്കും ഒരു 10,000 രൂപ ഫൈൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇതിന് എല്ലാത്തിനും കൂടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കുറെ നിയമങ്ങളുണ്ട്. അതായത് ഇവർ ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ വർഷം കൊണ്ടുപോയി നമ്മുടെ അളവ് തൂക്ക ഇതിലാണ് ഇത് പെടുക. അളവും തൂക്കമൊക്കെ നമ്മുടെ ത്രാസ് ഉണ്ടല്ലോ, ആ ഒരു വകുപ്പിലാണ് ക്യാമറ പെടുക. അപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പ് ഇതിന് ശരിക്കും സീൽ ചെയ്ത് കൊടുക്കണം ഓരോ വർഷം. ആ ലീഗൽ മെട്രോളജി വകുപ്പ് സീൽ ചെയ്തിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് ഇതിന് എല്ലാ വർഷവും ഗവൺമെന്റ് മേടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ക്യാമറ പ്രവർത്തിക്കുന്നത് കറക്റ്റ് ടൈമിനല്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സമയത്ത് അത് പുതുക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ കേസ് തള്ളിപ്പോകും. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സാധാരണഗതിക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശരിക്കും നിയമപരമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വാദിച്ച് ജയിക്കണമെങ്കിൽ ജയിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇപ്പോഴത്തെ ട്രാക്കിൽ ഒരു ഫോട്ടോ എടുത്ത് തരുമ്പോൾ നമ്മളുടെ അപ്പുറത്തെ ട്രാക്കിൽ ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് ഇത് വാദിച്ച് ജയിക്കാനും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു വക്കീലിനെ കണ്ട് ഞാൻ ഇതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളുടെ കാറ് ഒരെണ്ണം കൊടുത്ത സമയത്ത് ആ കാറ് നമ്മൾ വേറെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതായിരുന്നു. ആ കാറ് വാങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഒരു 7 ഫൈൻ ഉണ്ടായിരുന്നു ഓവർ സ്പീഡിനായിട്ട്. അന്ന് 400 രൂപയായിരുന്നു ഓവർ സ്പീഡിന്റെ ഫൈൻ. ഇപ്പോൾ 1000 രൂപ കണ്ടാക്കിയെന്ന് തോന്നുന്നു. അന്ന് ഈ പൈസ ആയിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേരിലേക്ക് വണ്ടി മാറ്റാൻ ചെന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് കൊണ്ട് നമ്മളത് ഒന്നുകൂടെ പറയണമെന്ന് മാത്രം. നമ്മൾ ആ വണ്ടി മേടിച്ച സമയത്ത് അതിൽ 7 ഫൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നതുപോലെ തന്നെ വണ്ടി പേരിലേക്ക് മാറ്റി കിട്ടാണ്ട് പഴയ ഓണറുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു അത് ഞാൻ മാറ്റി തന്നോളാം ചേട്ടാ, അത് ഞാൻ അടച്ചോളാം ചേട്ടാ എന്ന് പറഞ്ഞു. അതിനുശേഷം അയാളെ വിളിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു ചേട്ടാ ഇനി അവിടെ ആർ ടി ഓഫീസിൽ പോയി മാറ്റിയോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആർ ടി ഓഫീസിൽ ചെന്നു. ആർ ടി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഇന്നതുപോലെ തന്നെ പേര് മാറ്റാനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്ക് പേര് മാറ്റി എൻ്റെ പേരിലേക്ക് ഈ വണ്ടി ആക്കി തന്നു. അപ്പോൾ ഈ വണ്ടിയുടെ പേരിൽ 7 എണ്ണം ഓവർ സ്പീഡിൻ്റെ ഫൈൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇവരെനിക്ക് ഈ പേരിൽ നിന്ന് മാറ്റി തന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഇത് ചെക്ക് ചെയ്ത് നോക്കിയില്ല.
അതായത് ഇതിൽ ഈ ഓവർ സ്പീഡിൻ്റെ ഇത് കിടക്കണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല. കാരണം നമ്മുടെ പേരിലേക്ക് മാറ്റി വന്നു, പിന്നെ എന്ത് ബാധ്യത ഉണ്ടെങ്കിലും പഴയ ആളുടെ പേരിലല്ലേ കിടക്കുള്ളൂ, നമ്മുടെ പേരിലൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 കൊല്ലം വണ്ടി ഉപയോഗിച്ചിട്ട് ഈ വണ്ടി കൊടുക്കുന്ന സമയത്ത് ആ ആൾ പേര് മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞു പറഞ്ഞു ഇതിൽ ഓവർ സ്പീഡിൻ്റെ 7 ഫൈൻ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 ഫൈൻ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ ഓൾറെഡി അടച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അത് കമ്പ്യൂട്ടറിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയാണ്ടാവും, നമ്മൾ ഓൾറെഡി അടച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആർടിഒ പോയി അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ നിങ്ങൾ ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ടുള്ള എൻ്റെ റെസിപ്റ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ഫൈൻ അടച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ പേരിലല്ലല്ലോ, എൻ്റെ പേരിൽ ഈ വണ്ടി ഇല്ല നിലവിൽ. അന്ന് നിങ്ങൾ ഈ 7 ഫൈൻ തരുന്ന സമയത്ത് ഇത് വേറെ RC ഓണറുടെ പേരിലാണ് ഈ ഫൈൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പേരിലേക്ക് മാറ്റി തരാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിലേക്ക് മാറ്റി തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എൻ്റെ കുറ്റമല്ലല്ലോ, നിങ്ങളുടെ കുറ്റമല്ല അങ്ങനെ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് കാലത്ത് പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിങ്ങളുടെ കയറി കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ ഇതും കൊണ്ട് വന്നിട്ട്, അതായത് സ്ലിപ്പും കൊണ്ട് വന്നിട്ട് നിങ്ങളത് ഇറേസ് ചെയ്ത് കളയേണ്ടതായിരുന്നു. സിസ്റ്റത്തിൽ ഇത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഴയ ആളുടെ പേരിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ കൊടുക്കുമ്പോൾ ആളുടെ പേരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് മറ്റേ അടച്ചിട്ടുള്ളതിൻ്റെ ഇത് റെസിപ്റ്റ് മേടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ മേടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഈ സിസ്റ്റത്തിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ പൈസ അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ മറ്റേ ആളുടെ പേരിലേക്ക് മാറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയി വക്കീലായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇത് കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 10,000 രൂപയാണ് വക്കീലിൻ്റെ ഫീസ് എന്ന്. അപ്പോൾ ശരിക്കും നമുക്ക് ഓവർ സ്പീഡിൻ്റെ 7/4 രൂപയുടെ കേസ് ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 10,000 രൂപ കൊടുത്ത് വക്കീലിനെ വെച്ച് വാദിക്കുന്നേക്കാളും നല്ലത് ഈ പൈസ നമ്മൾ അടച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഞാൻ രണ്ടാമത് അടച്ച പൈസ വീണ്ടും അടച്ച് അവസാനിപ്പിക്കേണ്ട വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വാദിക്കാൻ പോവുകയാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് വേണ്ടി ആരും വാദിക്കാനായിട്ട് കോടതികളിലേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈനുകൾ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കുറേ പൈസ ആകുമ്പോൾ ഏതെങ്കിലും വക്കീലിനെ കണ്ട് നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ വക്കീലിനെ കണ്ട് തിരുത്തിയിട്ട് അടക്കില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല കേട്ടോ. അത് ന്യായമല്ല. നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലാണ്ട് നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്, അവരിൽ ഇതില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ ഭാഗത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് കുറേ ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10,000-20,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ വക്കീലിന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നഷ്ടമില്ല, നമുക്ക് ഈ കേസ് വാദിച്ച് ജയിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കേസ് ആകുമ്പോൾ നമ്മൾ പിന്നാലെ അതിന് വക്കീലിനെ കാണാൻ നടക്കണം, അതിന് വിളിക്കുന്ന സമയത്ത് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓവർ ഫൈൻ ആണെങ്കിൽ നമ്മൾ അതിന് പോവാണ് നല്ലത്. കാരണം ഒരു പരിധി വരെ ഈ വണ്ടികളുടെ കേസുകൾ മൊത്തം എന്താ പറയുക ഇവർ വിടുന്നത് RTO ഓഫീസിൽ നിന്ന് തെറ്റായിട്ടുള്ള ഇതുകളാണ് വിടുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം നമ്മളുടെ ഇതിന് മുന്നേ കാറ് മേടിച്ച സ്വിഫ്റ്റ് മേടിച്ച സമയത്ത് നമ്മുടെ ടാക്സ് ഫുൾ അടച്ച് തീർത്തതായിരുന്നു. അവർ പറഞ്ഞു വണ്ടി നമുക്ക് കമ്പനി തന്നു കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ 1 മാസം കഴിഞ്ഞ് കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു 7,500 രൂപയും കൂടി നിങ്ങൾ അഡീഷണൽ ടാക്സ് അടയ്ക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇത്രയാണ് ടാക്സ് അടച്ചിട്ടുള്ളൂ, അതിനുശേഷം നിങ്ങളുടെ വന്നിട്ടുള്ള ടാക്സ് നിങ്ങൾ അടയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞു കമ്പനി എനിക്ക് തന്ന സമയത്തുള്ള ടാക്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ അടച്ചിട്ടുള്ളതല്ല, പിന്നെ എന്താണ് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടത് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഇതിൽ അന്ന് അടച്ചിട്ടുള്ളത് കുറവായതുകൊണ്ട് സിസ്റ്റത്തിൽ കാണിക്കേണ്ടത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, 7,500 രൂപ ഇതേപോലെ തന്നെ അടച്ചിട്ട് രണ്ടാമത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്പറാക്കി തന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കടലാസ് വന്നേക്കണം നിങ്ങളുടെ പേരിൽ 7,500 രൂപ നിങ്ങൾ ബാലൻസ് ഈ വണ്ടിയുടെ ടാക്സ് അടയ്ക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളത് അടച്ചതാണെങ്കിൽ നിങ്ങളുടെ റെസിപ്റ്റ് കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചാൽ മതി, അടച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്താ ജപ്തി നോട്ടീസാ ആയിട്ട് അങ്ങോട്ട് കണക്കാക്കും എന്നോ എന്താ പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ ഓൾറെഡി അത് അടച്ചിട്ടുള്ള റെസിപ്റ്റ് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇനിയിപ്പോൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും എൻ്റെ ഒരു 7,500 രൂപയും പോകും. അപ്പോൾ നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മാക്സിമം അതിൻ്റെ രേഖകളും കാര്യങ്ങളും എടുത്തു വെക്കലും കമ്പ്യൂട്ടറിൽ നിന്ന് കൊണ്ടുപോയി ഇറേസ് ചെയ്യിച്ച് കളയിക്കലും ഒക്കെ നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. നമ്മൾ 2-3 പ്രാവശ്യം പൈസ അടയ്ക്കേണ്ടി വരും. അപ്പോൾ വണ്ടികൾ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിലാണ് ഇത് മനസ്സിലാവുള്ളൂ. ഞാനിത് പല അനുഭവങ്ങളും നമുക്ക് പല രീതിയിലുള്ളത് കൊണ്ടാണ് അജീഷിനോടൊക്കെ അപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് വണ്ടി എപ്പോഴും നമ്മൾ ഇടത്ത് സൈഡ് ചേർന്ന് പോവുക, ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് 60 അത് വിട്ടിട്ടൊരു തുണ്ട് കൂടുതൽ അത് പിന്നെ പോവില്ല, എന്നാൽ കൂടിയും അങ്ങനെ ഓടിക്കുന്ന ഒരു ആവശ്യം വരരുത്. ഒരു ഇറക്കാണെങ്കിൽ വരെ 60ന്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ബ്രേക്കിൽ നിന്ന് ചെറുതായിട്ട് കാല് വയ്ക്കുക, അല്ലാണ്ട്
സ്പീഡ് 60. ഇപ്പൊ ക്യാമറ ഇരിക്കേണ്ടാവും ഒരു ചെറിയ ഇറക്കത്താവും. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 60 ചിലപ്പോൾ 65 വരെ സ്പീഡാവും. കാരണം ഈ സ്പീഡ് ഗവർണർ ഉണ്ടെങ്കിലും ഇറക്കത്ത് വരുമ്പോൾ അത് കട്ടാവില്ല. ഈ ഇറക്കത്ത് ഇങ്ങനെ ആ ഗിയറിൽ 70 വരെയൊക്കെ ഇങ്ങനെ ഒഴുകി പോകും വണ്ടി. ആ സമയത്ത് അവിടെയാവും ചിലപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ 70 ക്യാമറ അടിക്കും. നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വണ്ടി സ്പീഡ് ഗവർണർ കട്ടാവണില്ല എന്നാണ് അവർ പറയുള്ളൂ. പക്ഷെ ഈ വണ്ടി 60 കട്ടാണ്. പക്ഷെ 70 വരെ പോണത് ഇറക്കമുള്ള സമയത്ത് ഇറക്കത്താണ് ക്യാമറ വെച്ചേക്കണേ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വണ്ടി ഓടിയിട്ടുള്ള പൈസ മുഴുവൻ നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കാന്നല്ലാണ്ട് വേറെ യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കിത് പല അനുഭവങ്ങളുള്ളതുകൊണ്ട് നമ്മൾ നോക്കണത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ ഈ 1000 പോയപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം നോക്കണ കാര്യത്തിന് നമ്മളുടെ ഇങ്ങനെ പൈസ പോവാന്ന് പറയുമ്പോ മാനസികമായിട്ട് ജാതി വിഷമമായി. അപ്പൊ അത് തന്നെയല്ല, ഇവര് എല്ലാ കാര്യങ്ങളും ഈ റോഡ് അതോറിറ്റി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെയും 1000 പൊക്കോട്ടെ, വെറുതെ കണ്ണടച്ച് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. ഇത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹൈവേയില് ഒരു ടോയ്ലറ്റോ കാര്യങ്ങളോ ട്രക്കുകാർക്ക് ഒതുക്കാനുള്ള ഒരു സ്പെഷ്യൽ വേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ ഒരു ഫെസിലിറ്റീസോ തരാണ്ട് മാക്സിമം ഈ ഏത് ടോള് പാസ്സാക്കുകയാണെങ്കിലും 550 രൂപ അങ്ങനെ മേടിക്കുമ്പോഴേ മാനസികമായിട്ട് നമുക്കും അതൊരു വിഷമാണെന്ന്. എല്ലാ ഫെസിലിറ്റിയും തന്നിട്ട് പൈസ എത്ര മേടിച്ചാലും നമുക്ക് അത്ര തോന്നില്ല. ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇതൊക്കെ ബാധ്യസ്ഥരാണ്. ആവശ്യമുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുനടന്നാൽ മതി, ഇല്ലെങ്കിൽ കാശ് മേടിച്ച് പോക്കറ്റിൽ മിണ്ടാണ്ടിരിക്കാന്ന് പറയില്ല, അതാണ് നല്ലത്. പിന്നെ നമ്മളുടെ ഒക്കെ ഒരു മോഹം വണ്ടി ആയിട്ടുള്ളത് കൊണ്ടും ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടും എല്ലാ ആൾക്കാരും എന്ത് ഫൈൻ വന്നാലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അടച്ചു ഓടിക്കുകയാണ്. അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ താപ്പ്. അതുകൊണ്ട് തന്നെ കാശ് ഉള്ളവനും അറിയാവുന്നവനും ബുദ്ധിയുള്ളവനും ഒരാൾ പോലും കേരളത്തിൽ ഒരു വണ്ടി പോലും രജിസ്റ്റർ ചെയ്യില്ല. അപൂർവം വിരലുണ്ടാവുന്ന ഒരു 10 വണ്ടി ഉള്ളവനാണെങ്കിൽ ഒരു വണ്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ബാക്കി സകല വണ്ടി പുറത്താ ഇത് ചെയ്തിട്ടുണ്ടാവുക. ഏത് അന്യ സംസ്ഥാനത്താണ് ഈ വണ്ടികൾ മുഴുവൻ രജിസ്ട്രേഷൻ ചെയ്യണത്. അപ്പൊ അവിടെ ആകുമ്പോൾ ടാക്സ് കുറവ്. നമ്മളിപ്പോൾ 25,000 രൂപ ടാക്സ് അടയ്ക്കണമെങ്കിൽ അവർക്ക് വെറും 10,000 രൂപ ടാക്സ് ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു കൊല്ലത്തിൽ അടയ്ക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ എത്ര പൈസ കുറവ് മതി. പക്ഷെ ഇതൊക്കെ കൂടുതൽ കൊടുത്തിട്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ പിഴിയുക എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. പിന്നെ വഴികളൊക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് ടോള് കൊടുക്കാൻ പ്രശ്നമില്ല. എല്ലാ സംഭവങ്ങളും ഒന്ന് നന്നാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് തന്നാൽ മതി. കേരളത്തിന്റെ ലാസ്റ്റ് ടോള്, അതായത് നമ്മളിപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ ഫസ്റ്റ് ടോളാണിത്. വാളയാർ ടോള് കേട്ടോ. ഇതിൽ പോവാൻ നമുക്ക് ഇപ്പുറത്തും സ്ഥലമുണ്ട്. ഇവിടെയും 515 തന്നെയാണോ ജീഷേ? ആയിരിക്കൂലേ, എല്ലായിടത്തും 515 തന്നെയാന്ന് തോന്നുന്നത്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. വലിയ ബ്ലോക്കിലേക്കും കിടക്കേണ്ട വരുമ്പോഴാണ് നമുക്കൊരു വലിയ വിഷമം. നല്ല ഡിസൈൻ വൈറ്റുമ്മ ഒരു ഇല മാത്രം ആ വണ്ടിയുടെ. ഇത് നോക്കി, ഇപ്പൊ ഇരുമ്പിന്റെ പൈപ്പായിന്ന് കൊണ്ടോട്ടെ. ഇരുമ്പിന്റെ പൈപ്പുമ്പോ എന്തോ ഒരു കവർ ഇട്ടേക്ക കണ്ടോ, ഓപ്പൺ ആവണില്ലല്ലോ. ഇനിയിപ്പോ എന്താണെന്നുള്ളത് നോട്ടെ. ഇനി ആരെങ്കിലും വന്ന് ഇത് നമ്മുടെ ഇവിടുത്തെ സ്കാൻ ചെയ്ത് നോക്കണം. എന്താ പറയണ അവൻ? നമ്മുടെ കയ്യിൽ 1000 ഇത് വണ്ടി ചിരിക്കാനോ മതി ഗ്രില്ലുമ്മ തട്ടും. എന്റെ പൊന്നേ, മുട്ടുവോ? കറക്റ്റ് ആണല്ലേ ലോഡ്? വണ്ടി ചിരിക്കാൻ അവർക്ക് സ്കാൻ ആവണില്ല. ഇത് കറക്റ്റ് ആണ് ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ കിടന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ചിരിക്കാനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നടക്കുക? എന്താ ചെയ്യാ? ഇവിടെ നമ്മുടെ ടോൾ അതോറിറ്റിയുടെ ഒരു ഇതുണ്ട് കേട്ടോ, ടോയ്ലറ്റ്. ഇതേ കാണുന്നത് ടോയ്ലറ്റ്.
ടോയ്ലറ്റ് ആണ്. ഇത് ഫുൾ ടൈം അടച്ചിട്ടേക്കാണ്, കണ്ടോ, ഇത് പൂട്ടിയിട്ടേക്കുക. ഇതിന്റെ കാരണം വെച്ചാൽ ഇതിന് മുന്നേ വന്നപ്പോൾ ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്. അതിന്റെ തൊട്ടുപ്പുറത്ത് കണ്ടോ ഒരു പ്രൈവറ്റ് പാർട്ടി പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആൾക്കാർ മുഴുവൻ ടോളിൻ്റെ അവിടുത്തെ സംഭവം അടച്ചിട്ടേക്കണത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം അടച്ചിട്ടിട്ട് ഇപ്പോഴത്തെ ഒരു പ്രൈവറ്റ് ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 515 രൂപ പോണോണ്ടല്ല, ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഒന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നത്. ഇത് വാളയാറിലേക്ക് കിടന്നോ? തമിഴ്നാട് ആയിട്ടില്ല അല്ലേ? നമുക്ക് തമിഴ്നാടായി അപ്പം തന്നെ ഡീസൽ അടിക്കണം കേട്ടോ. സ്വിഫ്റ്റ് പോണ്ട്, നല്ല പുത്തൻ വണ്ടി കേട്ടോ, കട്ടും പുത്തനാന്നുകൊണ്ട്. എന്ത് രസമായിട്ടുള്ള കളറാന്ന് നോക്കിയേ, ഓറഞ്ച്, അടിപൊളി. തമിഴ്നാട് ആവണമെങ്കിൽ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? വാളയാറ് കഴിഞ്ഞു ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് കഴിയണമല്ലോ അല്ലേ? ഇനി നമുക്ക് RTO ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി RTO ചെക്ക് പോസ്റ്റ് കൊണ്ടുപോയി നമ്മളുടെ ബില്ലും സാധനങ്ങളും കാണിച്ച് സീല് വെച്ച് ഒക്കെ തന്നതിന് ശേഷമാണ് കേരളത്തിൽ കാണിക്കണം നമ്മൾ ആദ്യം. അജീഷ്, കേരളത്തിൽ കാണിക്കണം, എന്നിട്ട് നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലും കാണിക്കണം അല്ലേ? 2 RTO ഓഫീസിലും നമ്മൾ കാണിച്ച് ബില്ല് കാണിച്ച് സീല് വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. സാധാരണ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനം പിന്നെ എന്തിനാ കേരളത്തിൽ സീല് വെപ്പിക്കണേ? കാണിച്ചു പോരണം, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കാണിച്ചു പോരാം, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഹൈറ്റ് പാടില്ല വണ്ടിമേ? ഇത് ഓവറാണോ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ 100 രൂപ മേടിക്കാം അല്ലേ? അപ്പൊ ശരിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ മേടിക്കാം. നിയമമൊന്നുമില്ല, എന്നാലും ഇപ്പൊ എന്താ പറയാ, അവർക്ക് അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ ഞാൻ 100 പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ വഴക്കൂടാൻ നിന്നിട്ട് കാര്യമില്ല അതിനൊക്കെ. ഇപ്പൊ കറക്റ്റ് ബോഡിയുടെ ഉള്ളിൽ നിൽക്കുന്ന ലോഡൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. വെയിറ്റ് ഇപ്പോൾ 25-ന് താഴെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒന്നും പറയാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് തർക്കിച്ചത് പിന്നെ എന്താ പറയുക, നമ്മൾ പിന്നെ വല്ല വക്കീലൊക്കെ ആവണം വണ്ടിയിൽ പോകണം. ഇപ്പോൾ വക്കീലാവുകയാണെങ്കിൽ പിന്നെ ഡ്രൈവർ ആവേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിനും വാദിച്ച് ജയിക്കാനാണെങ്കിൽ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമാണ് രക്ഷയുള്ളൂ. ഇതിപ്പോൾ ഇതെല്ലാം അടുത്തുള്ള ഒരു പോസ്റ്ററാണ് കേട്ടോ, കണ്ടോ? വലിയ വണ്ടി ഈ വഴിക്ക് പോയാൽ 1000 രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് തമിഴിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സൊക്കെ എങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് ഫുൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ഇവർക്കൊക്കെ എന്തോരം മറ്റേ ഇത് കിട്ടണ്ടായിരിക്കും, പൈസ കിട്ടുന്നുണ്ടാവും, അടയ്ക്കുണ്ടാവുമോ? ഇതൊന്നുമില്ല. ഇതേ പോണു. കേരള വണ്ടിയാണല്ലോ മൊത്തം പോണേ, നിറച്ചും വണ്ടി കേരള വണ്ടികളാണ് പോണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ പൈസ അടയ്ക്കാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ. അതേപോലെ തമിഴൻ വണ്ടിക്ക് ഇഷ്ടംപോലെ ഫൈൻ അടയ്ക്കാനായിട്ട് വരും. എനിക്ക് തോന്നുന്നത് കേരള വണ്ടിക്ക് മാത്രമാണ് കേരളത്തിലെ ഫൈൻ കിട്ടണുള്ളൂ എന്നൊരു സംശയമുണ്ട്. അത് തമിഴിൽ എഴുതി വെച്ചേക്കണത് പോവാ, പക്ഷെ എല്ലാവർക്കും കിട്ടുമോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ഒരു ഇതനുസരിച്ച് കേരള വണ്ടിക്ക് മാത്രമാണ് ഈ മറ്റേ ഇതിന് കിട്ടുള്ളൂ എന്നാണ്, അതായത് ലൈൻ ട്രാഫിക്കിന് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അന്യസംസ്ഥാന വണ്ടികൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്കറിയാത്ത കാര്യമാണല്ലോ. കോയമ്പത്തൂർ 25 കിലോമീറ്റർ, സേലം 183, ബാംഗ്ലൂർ 387. അപ്പോൾ നമുക്ക് നേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അതിർത്തി കിട്ടുക. നമ്മളിപ്പോൾ കേരള ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു, നേരെ നമുക്ക് സീൽ ചെയ്ത് തന്നു. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ആളിങ്ങനെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഒരു സീൽ വെച്ച് തന്നു. ഇതും നമ്മളുടെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ, പാലക്കാട് നിന്ന് വരുമ്പോഴുള്ള ഭാഗം ഇപ്പുറത്തും, നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ്. ഇനി അടുത്തത് നമ്മൾ ഇനി പോകാൻ പോണത് നേരെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് കിടന്നപ്പോൾ തന്നെ അതേ കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളും തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. കാരണം രണ്ട് സൈഡ്, ആ സൈഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ, എത്ര വണ്ടി കണ്ടെയ്നർ അല്ല എന്ത് വന്നാലും ഒതുക്കാനുള്ള സ്ഥലം. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കി നിങ്ങൾ, ഇത് മുഴുവൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ബാത്റൂം സൗകര്യം ഉണ്ട് അല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ തമിഴ്നാട്ടിലേക്ക് കയറി അപ്പം തന്നെ അതിന്റെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്യേണ്ടത്. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ആൾക്കാർ കിടന്നുറങ്ങണേന്ന് നോക്കിയേ. അതേ ബാത്റൂം അല്ലേ? അതേ ഗൈസ് കണ്ടു, ഇവിടെ ബാത്റൂം സൗകര്യവും എല്ലാം ഉണ്ട് കണ്ടോ. ചെറിയ ബാത്റൂമാ മതി നമുക്ക് കുളിക്കാനും, അതുപോലെ തന്നെ എന്താ പറയുക, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം മാത്രം മതിയല്ലോ. അപ്പൊ നോക്കിയേ, കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് വിട്ടോടുകൂടി ആ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ട്രക്കുകൾ ഒതുക്കി നിർത്താനും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളും ഒക്കെ ഒന്നും ശരിയാക്കണത്. വാച്ച്മാനും ഉണ്ട്. അപ്പൊ ക്ലീനിങ് ഒക്കെ അത് തന്നെ, വാച്ച്മാൻ തന്നെ ക്ലീനിങ്ങും അല്ലേ? അതെന്തായാലും വളരെ നന്നായി. അപ്പോൾ ഇവൻ ഈ കഴിഞ്ഞ ദിവസം
ഇതിൽ USB വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അജീഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന USB-യിൽ ഒരു പാട്ട് പോലും ഇല്ലാത്ത USB കൊണ്ടുവന്നിട്ടായിരുന്നു അവൻ കുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ USB കൊണ്ടുവന്ന് കുത്തിയപ്പോൾ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് മെല്ലെ ഇങ്ങനെ പോവുകയായിരുന്നു. ഇനി ഒരു 5 കിലോമീറ്റർ ഇല്ലേടാ മറ്റേ ചെക്ക് പോസ്റ്റ് എത്താനായിട്ട്. അപ്പം ഇനിയിപ്പോൾ മറ്റേ ചെക്ക് പോസ്റ്റിൽ കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ ബില്ലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 ചെക്ക് പോസ്റ്റും പാസ്സായി നമ്മൾ നേരെ നമ്മുടെ കുഴൽമന്നോ ഇറക്കുന്ന സ്ഥലത്ത് കുഴൽ ആപ്പക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ഇറക്കാൻ പോകണം. ഞാൻ ആദ്യം കേൾക്കുക ഭവാനിന്ന് തിരിഞ്ഞു പോകണം. ആപ്പക്കുടൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അടിപൊളി ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവാത്തൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയും ഫുൾ NH റോഡുകൾ മൊത്തം നമ്മൾ 4 ലൈൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ ഇവിടുത്തെ ഒരു LND റോഡ് എന്ന് പറഞ്ഞിട്ട് പഴയ കാലം മുതലുള്ള റോഡുണ്ട്. ആ റോഡ് മാത്രം 4 ലൈൻ ആക്കിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ മാത്രം ഈ 4 ലൈൻ വരാണ്ട് ഇതേവരെ വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കണ ഒരേ ഒരു സ്ഥലം എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും ഫസ്റ്റ് ഈ ടോൾ റോഡ് വന്നതും എൻ്റെ അറിവിൽ ആ റോഡാണ്. ഇപ്പോഴും അത് ടോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിംഗിൾ ലൈൻ റോഡിന് വേണ്ടിയിട്ട്. അവിടെ പണി നടക്കണില്ല 4 ലൈൻ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല. ഇനിയിപ്പോൾ ഈ വഴിക്കല്ല 4 ലൈൻ വരുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ല ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും അങ്ങനെ അറിയുകയാണെങ്കിൽ. കാരണം ബാക്കിയുള്ളവർക്ക് കൂടി അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇവിടെ ഒന്നും ഇങ്ങനെ സ്പീഡ് കുറച്ച് പോകാനുള്ള ബാരിക്കെയറുകൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും അധികം വെച്ചിട്ടില്ല. പക്ഷേ ചെറിയ റോഡുകളുണ്ടല്ലോ, ചെറിയ റോഡുകളിൽ മൊത്തം അവർ ബാരിക്കെയർ വെച്ചിട്ട് മെല്ലെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോലീസുകാർ ഇരിക്കുന്നുണ്ടാവും. അത് നമുക്ക് ഈ പോണ ഇതിൽ അങ്ങനത്തെ ചെറിയ റോഡിൽ കൂടെ പോകേണ്ട ആവശ്യം ഉണ്ടാവും. അജീഷ് നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇനി ചെറു റോഡ് കിട്ടുമോ? സേലല്ലല്ലോ നമ്മളുടെ കോയമ്പത്തൂരൊക്കെ ഇല്ല, LND റോഡ് തന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക 60 മൈൽ സ്പീഡിലാണ് ആകെ പോകാൻ പറ്റുള്ളൂ. അത് 20ലേക്ക് കൊണ്ടുവരും ആ സ്പീഡ് ബാരിയർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഈ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമില്ല. നല്ല കട്ടറാണ് കേട്ടോ. കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള സംഭവം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിട്ടിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ചുമ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% മാറിയിട്ടോ. കാരണം ആ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചപ്പോൾ ആകെ 3 ദിവസം കഴിച്ചപ്പോഴേക്കും ഫുള്ള് മാറി. നമ്മളിത് എന്താണെന്ന് അറിയാണ്ട് ഇത്ര നാളും തണവും കഴിക്കാണ്ടൊക്കെ നടന്നു. ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തണവ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ആകെ തൊണ്ടയിൽ ഈ പറഞ്ഞ പോലെ അസിഡിറ്റിയുടെ പ്രോബ്ലം കൊണ്ട് ഇൻഫെക്ഷൻ ആയതായിരുന്നു. ആ ഇൻഫെക്ഷൻ മാറാനുള്ള ഒരു ടോണിക്കും അതുപോലെ തന്നെ ഒരു ഗുളികയും കഴിച്ചപ്പോൾ ഫുൾ ഓക്കെ ആയി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ടോളല്ല മറ്റേ ചെക്ക് പോസ്റ്റ് മറ്റേ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കലാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 21 ലിറ്റർ അടിച്ചു. 21 ലിറ്റർ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ റിസർവ് ആയില്ലടാ. റിസർവ് ആയി, റെഡിലായി കേട്ടോ ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അത് തന്നെ. അപ്പോൾ നമ്മൾ ഇനി തമിഴ്നാട്ടിൽ കയറി ഫസ്റ്റ് തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് ഇനി നമുക്ക് പോകണം. ഇവിടുന്ന് അപ്പുറത്തേക്ക് എടുത്തോളാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2.8 നമ്മൾ അന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. ഇപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയുണ്ടെന്നുള്ളത് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും നോക്കട്ടെ. ഇവിടെ ഡീസലിൻ്റെ വില 92 രൂപ 90 പൈസ, അതായത് 2 രൂപ 10 പൈസ വ്യത്യാസമുണ്ട് കേട്ടോ. കുറവുണ്ട് 20 പൈസ അല്ലേ, 2.20 ഇവിടെ കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ 5000 സംതിങ് ആയി. എനിക്ക് തോന്നുന്നു 10-20,000 രൂപയുടെ മുകളിൽ പിടിക്കില്ല. 20 30 പിടിക്കുമോ? 30ൻ്റെ അടുത്ത് പിടിക്കും അല്ലേ. അത് 27 സംതിങ് അല്ലേ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനും കൂടുതൽ ഇത് 30 രൂപയുടെ മുകളിൽ പിടിക്കും. കാരണം റെഡിലേക്ക് വന്നില്ല. അന്ന് റെഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം എന്തോരം പിടിക്കും എന്നുള്ളത്. 30 രൂപ വടക്കഞ്ചേരിയിൽ നിന്ന് 3000 അടിച്ചത് ഒന്നും ആയിട്ടില്ല കണ്ടോ. ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് എത്ര ഫുൾ ടങ് തരുമാ? 35,000 രൂപയ്ക്ക് പിടിക്കുമാ? തെറിയില്ല. ശരി പാക്കാം. നമുക്ക് എത്ര കൊള്ളൂ എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കട്ടെ.
നമ്മുടെ അളവെന്ന് പറയണപ്പോൾ കണ്ടു, ഇതാണ് ഫുൾ ടാങ്ക്. അതായത് ഈ വി കട്ടിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒലിക്കണ കണ്ടീഷനിലാണ് നമ്മൾ ഇനി എല്ലാ പ്രാവശ്യം അടിക്കാൻ പോകണം. അപ്പോൾ പുറത്തേക്ക് തുളുമ്പി പോകില്ലല്ലോടാ, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ അടിച്ചിട്ടുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29,850 രൂപ 62 പൈസയ്ക്ക് 321 ലിറ്റർ 0.32 അടിച്ചിട്ടുണ്ട്. നമുക്ക് 92 രൂപ 90 പൈസ വില. അപ്പോൾ ഇനി പൈസ കൊടുക്കുക, നേരെ നീങ്ങുക. ഇനി എത്ര മൈലേജ് കിട്ടിയെന്ന് കണക്കൂട്ടി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൈലേജും കാര്യങ്ങളൊക്കെ കയ്യോടെ തന്നെ കണക്കൂട്ടി നോക്കി. കാരണം അതാണല്ലോ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. കാരണം ഇത് ഓടിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ മൈലേജിന് മാത്രമാണ് കേട്ടോ നമുക്ക് അറിയുള്ളൂ. മൈലേജ് കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വണ്ടി ഓടിയിട്ടുള്ള ബാലൻസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മൈലേജ് കണക്കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് മൈലേജ് 1.5 കൂട്ടാം. അതായത് 3.1 അതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിന് ശേഷം ക്ലച്ച് പണിതതിന് ശേഷം ഇപ്പോൾ ഫ്രീ ആയതിന് ശേഷം ഇപ്പോൾ ഇത്രയല്ല, അതിൻ്റെ പകുതി കിലോമീറ്റർ, ഇപ്പോൾ 1030 കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഡീസൽ അടിച്ചതിന് ശേഷം ഓടിയിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നമ്മൾ അതിൽ പകുതി ഒരു 500 കിലോമീറ്ററിൻ്റെ മുകളിലാണ് ക്ലച്ച് പണിതതിന് ശേഷം നമ്മൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഈ ട്രിപ്പൊക്കെ പോയി ഇനി അടുത്ത പ്രാവശ്യത്തോടു കൂടി നമുക്ക് മൈലേജിൽ നല്ല വ്യത്യാസമാവും. അപ്പോൾ അത് കാരണം അത് പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു 3.5-ക്കുള്ളിൽ മൈലേജും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും കേട്ടോ. നമുക്കൊരു 3.5-ലും മൈലേജ് കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണഗതിക്ക് എന്താ പറയുക, 60 മൈൽ സ്പീഡിനേക്കാളൊക്കെ കൂടുതൽ പോവുകയാണെങ്കിലാണ് മൈലേജ് കുറയുള്ളൂ. എന്താ വണ്ടിയിൽ ആവറേജ് 3.5 വെച്ചാൽ കാണിക്കണേ അല്ലേ? അപ്പോൾ പക്ഷെ അതെ, അപ്പോൾ ആ ലെവലിക്ക് കാണിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം 3.5 കാണിച്ചാൽ ഡീസൽ പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ 3.5 കിട്ടണ്ടേ? പക്ഷെ കിട്ടണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് പണിയാണ്ട് അവിടെ നിന്ന് ഓടിയില്ലേ, പണിയാണ്ട് 2 ട്രിപ്പ് ഓടിയില്ലേ. ആ സമയത്ത് നമുക്കപ്പോ പക്ഷെ 3 സംതിങ് കാണിക്കണ്ടായിരുന്നല്ലോ മൈലേജ്. 3 സംതിങ് കാണിക്കുന്നില്ല, 2.8 2.9 അല്ലേ കാണിക്കണ്ടായിരുന്നുള്ളൂ. അന്ന് അത്രയാണോ കാണിക്കണ്ടായിരുന്നുള്ളൂ? ആണോ? അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആവറേജ് ഇപ്പോഴത്തെ 3.5 അപ്പോഴത്തെ 2.7 ആയി കഴിഞ്ഞപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ശരിയാണ് കേട്ടോ. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാലോ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് കറക്റ്റ് അറിയാലോ. അടുത്ത പ്രാവശ്യം മുതൽ കറക്റ്റ് നമുക്ക് എത്രയാന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു വണ്ടി 2000 കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ അല്ലേ, മേടിച്ചതിന് ശേഷം ഏറെക്കുറെ എത്ര ഓടിയിട്ടുണ്ടാവും? ആദ്യം ഒരു ഫുള്ളും പിന്നൊരു ഫുള്ളും. അപ്പോൾ 1000 ആകുമ്പോൾ 2000. അപ്പോൾ ഒറ്റൊരു ഫുൾ ടാങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1000 കിലോമീറ്ററിന്റെ മുകളിൽ ഓടാൻ കിട്ടും. അതെ, റെഡിലേക്ക് എത്തിയപ്പോഴാണ് അടിച്ചത്. അത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചത് കൊണ്ടല്ലേ. 2 ലിറ്ററിന് ഇപ്പോൾ നമ്മൾ എത്ര ലിറ്റർ അടിച്ചാൽ 300 എന്ന് പറയുമ്പോൾ 2 രൂപ വെച്ചിട്ട് നമുക്ക് 600 രൂപ ലാഭം കിട്ടി അല്ലേ? 300 ചില ലിറ്റർ അടിച്ചില്ലേ നമ്മൾ? നമുക്ക് 600 രൂപ കുറഞ്ഞു കിട്ടി. അപ്പോൾ അതും എന്തായാലും ഭയങ്കര വ്യത്യാസമല്ലേ. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 600 രൂപ പോയേനെ. 600 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമുണ്ട്. അത് ശരിക്കും കർണാടകയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 10 രൂപയുടെ വ്യത്യാസം കണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? ഭയങ്കര വ്യത്യാസമായില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ പൊന്നെ, അത് കൂട്ടി നമുക്ക് മെല്ലെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തട്ടെ. ചെക്ക് പോസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തമിഴ്നാടിൻ്റെ. അവിടെ കൊണ്ടുവന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് നേരെ അടുത്ത സ്ഥലമായ നമ്മുടെ ഇറക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പേരെപ്പോഴും ഈ കുടലും മാല എന്നൊക്കെ പറഞ്ഞ് മറന്നു പോവാണ് ഗൈസ് അതിൻ്റെ പേരൊക്കെ. അജീഷ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, കുടൽമാരിയോ സ്ഥലത്തിൻ്റെ പേര്? ആപ്പക്കുടൽ. ആ കുടലിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ബില്ലും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു വണ്ടി എത്ര വീലാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 12 വീലെന്ന് പറഞ്ഞു. നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു 200 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ എടുത്തിട്ട് വരാൻ പറഞ്ഞു ആൾ. അപ്പോൾ ഞാൻ വണ്ടിയുടെ അവിടം വരെ വന്ന് വീണ്ടും 200 രൂപ കൊണ്ടു ചെന്നു. എന്തിനാന്ന് ചോദിച്ചു. 200 രൂപ താൻ പൈസ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് 200 രൂപ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും പറയാൻ നിന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണല്ലോ ലോഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് ഇനിയിപ്പോൾ ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ പറയുക വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല. സംഭവം വെയിറ്റ് കൂടുതലില്ല. ഇനിയിപ്പോൾ അവർ ഇനി ഹൈറ്റ് ക്യാബിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അജീഷ് പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാണോടാ?
ഹൈറ്റ് ഇത്ര ഹൈറ്റിലാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഒരു നിയമമുണ്ടോ? അതെ അല്ലേ, അത് നമുക്ക് ഞാനും അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഹൈറ്റ് ഒരു ഘടകമാണോ? അതായത് ഇപ്പൊ നമ്മൾ ഹൈവേ കട പോകുമ്പോൾ ലൈനിൽ തട്ടാവുന്ന കണ്ടീഷനിലൊന്നും അല്ല നമ്മൾ ലോഡ് കൊണ്ടുപോകണേ. എന്നാലും ക്യാബിന്റെ മുകളിലേക്ക് ഒരു 3 ചാക്ക് അല്ലേ, 3 ചാക്കിന്റെ ഹൈറ്റ് ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ 3 ചാക്കിന്റെ മുകളിൽ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തർക്കിക്കാനും നിന്നില്ല. നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് നമ്മൾ തർക്കിക്കാനോ പറയാനോ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ 200 രൂപ എന്ന് പറഞ്ഞു. അത് തന്നെ, ആരും തർക്കിക്കാനോ ഒന്നിനും നിൽക്കാത്തതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ നിയമം അറിയാമെങ്കിൽ നമ്മൾക്ക് ചോദിക്കാൻ പറ്റും. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരും അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ ഹൈറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡിന് ഫൈൻ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ അടുത്ത ദിവസം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ കൂടെ പറയണതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും ചെക്ക് പോസ്റ്റ് ആണോടാ? അങ്ങോട്ട് പോകുമ്പോഴത്തെ ചെക്ക് പോസ്റ്റ് അല്ലേ? ഓക്കെ, അതിന്റെ തിരക്കാണ് കേട്ടോ. റോഡ് പണി ഉണ്ട് അല്ലേ? രണ്ടും കൂടിയിട്ടുള്ള തിരക്കാണ്. വണ്ടി മുഴുവൻ കിലോമീറ്ററോളം ആയിട്ട് ബ്ലോക്ക് ഇങ്ങനെ നീണ്ടു കിടക്കാട്ടോ. എന്തോരം ദൂരത്തിലാ നോക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹൈറ്റിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവുകളായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് നമ്മൾ ചോദിക്കണത്. എല്ലാവരും വണ്ടികൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരും നാഷണൽ പെർമിറ്റുള്ള ആൾക്കാരും അല്ലെങ്കിൽ വണ്ടി ഡ്രൈവർമാരും എല്ലാ ആൾക്കാരും നമ്മുടെ വീഡിയോസിന് ഒരുപാട് കമൻറ്റ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കറിയാലോ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നിയമം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് പൈസ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും RTOയിൽ 200 കൊടുത്തുകൂടെ അല്ലെങ്കിൽ. അപ്പോൾ അത് നിയമം ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സിംഗിൾ റൂട്ടിലേക്ക് മാറുകയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ 4 ലൈനിലൂടെ വന്ന് ഇനിയിപ്പോൾ നമുക്ക് ടോൾ റോഡ് തന്നെയാണ്, പക്ഷെ ഒറ്റ വരി റോഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും 200 രൂപയും 300 രൂപയും കൊടുത്ത് പോകുമ്പോൾ ഈ വണ്ടി ടോട്ടൽ ഓടി അവിടെ എത്തുമ്പോൾ അതിനുള്ളൊരു ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ കണക്കും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 200 രൂപയും ചിലപ്പോൾ നമുക്കാകെ ബാലൻസ് ഉണ്ടാവുക. ആ 200 രൂപ നമ്മൾ ഇവർക്ക് കിടിയും കൊടുത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവർക്ക് കിടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ഈ വണ്ടി ഓടിയിട്ട് ഒരു കാര്യമുള്ള. നമ്മൾ ഈ കണ്ട പൈസ മുടക്കി നമ്മളൊരു വണ്ടി ഓടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ന്യായം പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ പൈസ ആർക്കും കൊടുക്കില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, അവർക്ക് ഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇല്ലാത്ത കാര്യത്തിനൊക്കെ നമ്മളെ ഫൈൻ ചെയ്യാൻ പറ്റും. ന്യായമല്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാണ്ട് നമ്മുടെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ തള്ളി വിടണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കായാലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അതും ന്യായം നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഒരാളോടും നമ്മൾ തർക്കിക്കാൻ പോണതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഇനി ഇവിടുന്ന് ടോൾ റോഡ് ഉണ്ട്. അതും സിംഗിൾ റോഡിന് ടോൾ റോഡാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒറ്റ സ്ഥലത്തും പണി നടക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തൊരു റോഡ് ഇത് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. എന്താണെന്നുള്ളത് അറിയില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ആദ്യത്തെ ഒരെണ്ണത്തിൽ പൈസ മേടിച്ചാൽ പിന്നെ ഇതൊക്കെ ഓപ്പൺ ആണ്. ഇതിലൊന്നും ഇല്ല അല്ലേ? ആദ്യം ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ മാറിയോ? അപ്പോൾ ആ ഫ്രണ്ടിൽ പൈസ മേടിക്കണ്ടല്ലോ എന്തായാലും. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് ഇതേവരെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി സാധാരണ എല്ലായിടത്തും നിന്ന് ഇങ്ങനെ പൈസ മേടിക്കലും അല്ലെങ്കിൽ നോക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരേ ഇല്ല. അത് തുറന്നിട്ടേക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ആ ഫസ്റ്റ് കയറിനോടത്ത് മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ റീഡാവാൻ കുറേ സമയം എടുത്തു കേട്ടോ നമ്മുടെ. അപ്പോൾ അവൻ പറഞ്ഞു അത് നമ്മുടെ ഇപ്പോൾ അതിമലല്ല ഒട്ടിച്ചിട്ടുള്ള, അത് ഗ്ലാസ്മേലേക്ക് മാറ്റി ഒട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ റീഡായില്ലോ എന്ന് നമ്മൾ ചോദിച്ചേ. അപ്പോൾ അത് പറഞ്ഞു ഇല്ല മെല്ലെ റീഡാവുള്ളൂ, ഗ്ലാസ് ഒട്ടിച്ചാൽ പെട്ടെന്നാവുമെന്ന്. നമ്മൾ പറഞ്ഞു എന്നാൽ ശരി ഗ്ലാസ്സുമ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇനി അത് വീണ്ടും മാറ്റി ഒട്ടിക്കാൻ പറ്റില്ല പൊളിച്ചിട്ട്. പിന്നെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ തടസ്സം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഒട്ടിക്കാൻ. അപ്പോൾ കറക്റ്റ് എന്താ പറയുക, അതിങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലൈൻ ട്രാഫിക്കിൻ്റെ പേരിൽ ക്യാമറ ഉള്ള സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നുന്നു ചാർജ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഏത് സ്ഥലത്താണ് ക്യാമറ ഇരിക്കണേന്ന്? അത് നോക്കിയിട്ടാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമില്ല. ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞ് പഠിക്കാനുണ്ട് ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുവരെ കുറേ ചാർജും അതേപോലെ കുറേ ഇതുകളൊക്കെ കിട്ടും എന്തായാലും. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടോ. കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് വരുന്ന വഴിയാണിത്.
ഇത് നേരെ ഇങ്ങോട്ടേക്ക് പോയാൽ എങ്ങോട്ടേക്കാ ജീഷ പോണേ? ആ വഴി ക്രോസ് ചെയ്ത് പോയാൽ അറിയാമോ? കാങ്കയോ? ആ, ഏതൊരു കയത്തിലേക്കാണെന്നാ പറയാ, കാങ്കയോ അങ്ങനെ എന്തോ സ്ഥലത്തേക്കാണെന്നാ പറയണത്. എവിടേക്കാന്നുള്ളത് എനിക്കറിയില്ല. നേരെ പോയ സേലം ബാംഗ്ലൂർ വഴി ഹൈദരാബാദ് അങ്ങനെ പോണ വഴിയാന്നുള്ളത് അറിയാം. എൻ്റെ തൊട്ടടുത്ത് കല്ലറ കൊണ്ട് നിർത്തി. ശരിക്കും ഈ സമയത്ത് കണ്ടമാനം ബാംഗ്ലൂർ ഹൈദരാബാദ് വണ്ടികളൊക്കെ നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്, എറണാകുളത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ പാസ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. ആളില്ല അല്ലേ? ലഗേജ് ആയിരിക്കും ഇവിടെ. ലഗേജ് കൊണ്ടുപോകും ആൾക്കാർ തീരെയില്ല. അവിടെ ഇവിടേക്ക് ഉള്ളൂ അല്ലേ ആൾക്കാർ? ആ, ശരിക്കും സ്ലീപ്പറിലൊന്നും ആൾക്കാരെ കാണണില്ല അല്ലേ? പക്ഷെ ഡീസൽ കാശ് കിട്ടണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇവരൊന്നും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മാമൂല് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ലടാ ബസ്സിനൊന്നേ. നമ്മളെ പോലുള്ള ആൾക്കാരാണ് ഇതിങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മള് അല്ല, ഇവരൊന്നും ചെക്ക് പോസ്റ്റിലൊന്നും ഒരു സ്ഥലത്ത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളും നിർത്തേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില്. എന്തിനാ ഈ നിർത്തണത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും അത് ചോദിച്ച് അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയത്. ആ, സെന്ററിൽ കയറി നിന്നോട്ടെ. ഉള്ളിൽ ചെന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ച് പോരാൻ പറ്റുമല്ലോ. നമ്മുടെ മിതമായിട്ടുള്ള എന്താ പറയുക, ലോഡും മറ്റുള്ള കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മുതലേ ചോദിക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്തുവെച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ ടോളും പോലീസും കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡീസലും കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ വണ്ടിയുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബസ്സാകുമ്പോൾ ആര് കൈ നീട്ടിയാലും ഒന്നും നിർത്തുമൊന്നുമില്ല. അവരുടെ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേ സൈഡിൽ കാണുന്നതാണ് ഭാരതി സിമെന്റിന്റെ സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണോ ഇവിടെ വണ്ടികളൊക്കെ ഇത് കയറ്റിയ സിമെന്റ് കയറ്റുന്നത്? ഇതിന്റെ ഉള്ളിൽ നിന്നാണോ? ഓ, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ വണ്ടികളൊക്കെ സിമെന്റ് കയറ്റണത്. അപ്പൊ ഇത് ഇങ്ങനെ സിമെന്റ് ശേഖരിച്ച് വെച്ചിട്ടുള്ള 2 കുറ്റിയാണോ കാണണേ? അത് അല്ല, അപ്പൊ ലൂസ് അല്ലല്ലോ കയറ്റുക? ആ, രണ്ടും കയറ്റും അല്ലേ? ഓ ഓ ഓ ഓ. ആ, അപ്പൊ ഞാൻ ഇതിലൊക്കെ പോകണമെങ്കിൽ ഇത് ഭാരതി സിമെന്റിന്റെ സ്ഥലമാണെന്നോ വണ്ടികൾ ഇവിടുന്ന് ലോഡ് ചെയ്യുന്ന സ്ഥലമാണെന്നോ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകണ്ട, സിമെന്റ് എന്ന് വായിച്ചു പോകണ്ടെന്നല്ലാണ്ട് ഇന്നതാണെന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കപ്പം ലോഡ് കയറ്റി പോകാൻ പറ്റുമോ? എങ്ങനെയാ അതിന്റെ സംഭവം കയറ്റി പോവാം? അതെ അല്ലേ? അത് സിമെന്റ് കമ്പനിയാണോ ആ കാണുന്നത്? കുറേയും അവിടെ ഇല്ല അല്ലേ? അല്ല, അത് വാളയാറുള്ളൂ അല്ലേ? ഓ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡാൽമിയും അതേപോലെ തന്നെ ഈ അതെ, ആ, എല്ലാം ഇവിടെ തന്നെയാണ് അല്ലേ? ഓ, അതിന് ഗോഡൌണുകള് അല്ലേ? സിമെന്റിന്റെ ഇത് ഫാക്ടറി അവിടെ തന്നെയാണ്. ഈ ഭാരതിയുടെ ഇത് ഫാക്ടറി തന്നെയാ അല്ലേ? ആ, നമുക്കിപ്പോ വണ്ടി മേടിച്ചപ്പോഴാണ് കേട്ടോ ഈ വക സംഭവങ്ങളുടെ കാര്യങ്ങളും സംഭവമൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണത്. കാരണം നമ്മൾ ഓരോ അറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവനോട് ചോദിച്ചായാലും അല്ലെങ്കിൽ ഓരോ ആൾക്കാരോട് ചോദിച്ചാൽ ഒരേ കാര്യങ്ങളും മനസ്സിലാവുക. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്ന് തിരിച്ചൊരു ഓട്ടം കിട്ടുമെങ്കിൽ സിമെന്റിന്റെ കിട്ടുമോ അല്ലെങ്കിൽ എന്തിന്റെ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. മാക്സിമം എല്ലാ സ്ഥലത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഇതിന്റെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഹമ്പിന്റെ മാർക്കിംഗ് ഒക്കെ മാഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് വന്നിട്ട് കാണുന്നത് സിംഗിൾ ലൈൻ റോഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കോയമ്പത്തൂർ ഫുള്ള് ആ എന്താ പറയുക റൂട്ടിൻ്റെ ഉള്ളിൽ മൊത്തം ഈ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ലൈനാണ് വന്നേക്കണേ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഔട്ടർ ഉണ്ടായിരിക്കും. ഔട്ടർ വല്ല റോഡ് റിംഗ് റോഡ് പോലെ പണിയുണ്ടായിരിക്കും ഈ ഇതായിട്ട് ബന്ധപ്പെടാണ്ടേ. അതെ അല്ല, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടാവും, നമുക്കറിയാത്തതുകൊണ്ടല്ലേ. എവിടെയെങ്കിലും പണി വരുന്നുണ്ടാവും ചിലപ്പോൾ വേറെ സൈഡിൽ കൂടെ. ഭാരത് ബെൻസിന്റെ ബസ്സാണ് കേട്ടോ കിടക്കണേ. ഒരുപാട് ഭാരത് ബെൻസിന്റെ ബസ്സുകൾ കാണുന്നുണ്ട് ഇതേപോലത്തെ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ വോൾവോ ബസ്സിനേക്കാളൊക്കെ കൂടുതൽ സ്ലീപ്പർ ഇപ്പോൾ ഭാരത് ബെൻസാണ് കണ്ടത് ഞാൻ. ലൈലൻഡ് ഉണ്ടോയെന്നുള്ളത് അറിയില്ല. ആ ബോഡി ഒരു ഇത് കണ്ടിട്ട് എല്ലാം ബാക്കിൽ ഭാരത് ബെൻസിന് എഴുതിയിട്ടുള്ള കുറേ വണ്ടികൾ കണ്ടു. കയറി പോകുന്നത് ഇതിലാണ്. നമ്മളിപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ കൂടി അല്ല പോകണത്, ഇപ്പുറത്തെ ട്രാക്കിൽ കൂടി. പക്ഷെ നമ്മളുടെ ഇപ്പുറത്തെ കൂടെ കയറി പോകണത് ബൈക്കുകാർ. അതൊരു പ്രശ്നമുള്ള കേസാണ്. നമ്മൾ ശ്രദ്ധിക്കില്ല ബൈക്ക് ഒന്നും കയറി വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമെന്ന് വിചാരിക്കില്ല, നമ്മൾ മിറർ നോക്കുമില്ല. ഒരു വലിയ പ്രശ്നമുള്ള കേസാണ്. ഞങ്ങൾ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി കോയമ്പത്തൂരിൽ നിന്ന് ഇനി നമ്മൾ ടോൾ റോഡിലേക്ക് കയറുകയാണ്, 6 ലൈൻ റോഡിലേക്ക്.
അപ്പോൾ അതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ അങ്ങോട്ട്. അത് നല്ല ഹൈടെക് ചായക്കടകൾ എന്ന് പറയില്ലേ, ബേക്കറിയും അതുപോലെ ജ്യൂസും എല്ലാം കിട്ടുന്ന ടൈപ്പ് കടകൾ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. സ്ട്രോങ് ചായ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ചായ ഞാൻ കുറച്ച് കുടിച്ചു. നല്ല ചായ, പക്ഷെ കട്ടപ്പം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പക്ഷെ തമിഴ്നാട് ചായ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ചായ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര അങ്ങോട്ട് സുമാറായില്ല. സാധാരണ തമിഴ്നാട് ചായ കാപ്പി ചെയ്യുമ്പോൾ തന്നെ ഇത് അത്രയും ആയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അഡീഷണൽ റെസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ എന്തോരം ബസ്സുകളാണ് പോകണമെന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയായിരുന്നു. ഈ ബസ്സുകൾക്കൊക്കെ നിറച്ച് ഇത്രയധികം ആൾക്കാരുകൾ പോകണ്ടെന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുവിധം ബസ് മുഴുവൻ ഇപ്പോൾ ഭാരത് ബെൻസാണ് കേട്ടോ ബസ് പോണത്. ഞാൻ ആദ്യം വോൾവോയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോക്കി ഒരുവിധം എല്ലാ വണ്ടിയും ഇപ്പോൾ ഭാരത് ബെൻസാണ് കൂടുതലും കാണുന്നത്. ഇത് ഏഷ്യറിൻ്റെ ബസ്സാട്ടോ. ഓക്കെ, ബസ്സുകൾ ഇപ്പോൾ പല പല ബ്രാൻഡുകൾ വന്നു തുടങ്ങി. ഭാരത് ബെൻസ്, ഏഷ്യർ, വോൾവോ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ വോൾവോ ആയിരുന്നു, ഫുള്ള് വോൾവോ ബസ്സായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് വോൾവോ. അതെന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. സംഭവം വണ്ടിയുടെ വില കൂടുതലായിരിക്കാം എന്ന് വിചാരിക്കുന്നത്. 2 കോടി രൂപയ്ക്കല്ലേ ഇപ്പോൾ വണ്ടിയുടെ വില. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അറിയാവുന്നവരടുത്ത് ചോദിച്ച് പറയാം. കല്ലട വന്നു, അമ്മ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കല്ലട. ഇവിടെ നിന്നും ആള് കയറാണ്ട് കേട്ടോ. ആളെ കയറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയതാ. ഇതൊക്കെ ഈ ലൈലൻ്റാന്ന് തോന്നുന്നു. ഇത് ലൈലൻ്റാന്ന് തോന്നുന്നു കണ്ടിട്ട്, സൗണ്ട് കേട്ടിട്ട് ലൈലൻഡിൻ്റെ ശബ്ദം. സുരേഷ് കല്ലട. ഇത് സ്ലീപ്പർ തന്നെയാണ്. സ്ലീപ്പർ തന്നെയാണ്. ഇപ്പം അതുപോലെ തന്നെ എല്ലാം സ്ലീപ്പറുകളായിട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സ്ലീപ്പറുകൾ വളരെ കുറവും സെമി സ്ലീപ്പറുകളായിരുന്നു. പക്ഷേ ഇപ്പം അതിനും പകരം എല്ലാം സ്ലീപ്പർ ബസ്സുകളായി. ഏതായിരുന്നു അടുത്തത്? എന്തോരം വണ്ടികളാ. ഇത് ബസ്സാ. ആയിഷ പോവല്ലേ? ഞാൻ എടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ടോള് ഇരിക്കുകയാണ് കേട്ടോ. സേലം റൂട്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കോയമ്പത്തൂർ കഴിഞ്ഞാൽ ടോള് ഇതാണ്. ഇത് ഈ സ്ഥലം നമ്മൾ കിടന്നു ചെല്ലുന്ന സ്ഥലത്ത് കരിമത്താമ്പെട്ടിയാണ്. കരിമത്താമ്പെട്ടിയാണ്. ഇവരെന്തിനാ ഇങ്ങനെ ഇത് വെച്ചേക്കണെന്ന് എനിക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ സാധനം വെച്ചേക്കണത് എന്തിനാണ്? വണ്ടി കറക്റ്റ് ഗ്യാപ്പിൽ പോകാനോ? അതെന്ത് ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. ചാടിച്ചിട്ട് പോകാണ്ടിരിക്കാനായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചാടിച്ചിട്ട് പോവോ? ഈ ഒരു സാധനം വെച്ചുകൊണ്ട് എന്ത് ഇതുണ്ടെന്ന് പറയണേ? പണ്ടാറൊക്കെയാണോ പറഞ്ഞത്? എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ആംബുലൻസിന് ടോളില്ല എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ മനസ്സിലായത്. അതിനുള്ളിൽ പോയി നോക്കണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ റീഡ് ആവാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോന്ന്. അത് മാറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാം. ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട്ടിലായാലും എനിക്ക് ഈ അടിയിലത്തെ ഒരു സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാൽ മതി തൽക്കാലത്തേക്ക്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അടിവശത്തെ ബ്ലാക്ക്, അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റുമേ. അപ്പോൾ അതൊന്നും ഒട്ടിക്കാനുള്ള കാര്യമൊന്നും നോക്കണം. എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോഴേ ലോൺ ഇറക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചപ്പോൾ അത് മാത്രം ഒട്ടിക്കാൻ വലിയ കുഴപ്പമില്ല. ശരിക്കും നമുക്ക് ഈ ടോൾ കൊടുക്കാണ്ട് പോകാൻ പറ്റിയ വഴി ഉണ്ടായിരുന്നു. അത് എവിടെ ചെന്ന് കയറുന്ന അജീഷ പറഞ്ഞത്? നമുക്ക് കരിമത്താമ്പെട്ടി, അതായത് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് മെയിൻ സ്ഥലമാണ്. ആ സ്ഥലത്തൊന്ന് കയറാൻ പറ്റുമായിരുന്നു സംഭവം. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ വിളിച്ച് ചോദിക്കാനായിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ, ഈ റോട്ടിൽ വരും അവിടെ തിരിഞ്ഞിട്ട് ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഞാൻ അതിൽ വന്നിട്ടുണ്ട്. അത് ചെറു വഴിയാണ്. അതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആ ടോളിന്റെ മുമ്പിൽ കൂടെ വന്ന് യൂട്ടേൺ വീണ്ടും ഇങ്ങോട്ട് അടിക്കും. പക്ഷെ അത് ചെറിയ വഴിയാട്ടാ. ഈ ലോഡും കൊണ്ട് അതിൽ വരാൻ പറ്റില്ല. ചിലപ്പോ പോസ്റ്റൊക്കെ നമ്മുടെ പോരാൻ ചാൻസ് ഉണ്ട്. അത് നോക്കണം. പിന്നെ നമ്മളെന്താ പറയാ, ടോളൊക്കെ കട്ട് ചെയ്ത് പോരുമ്പോ 12 വീലൊക്കെ ആവുമ്പോ മാക്സിമം വഴി നോക്കണം. ചെറിയ വഴികളൊക്കെ ആണെങ്കിൽ പണി അപ്പം പാളിന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഇവരുടെ ഈ തമിഴ്നാട്ടിലേക്ക് വരുമ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ? ഈ പല ഫ്ലൈ ഓവറിന്റെ മുകളിൽ കയറുമ്പോൾ ഡിപ്പുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ചാട്ടം പോലത്തെ സ്ഥലങ്ങൾ കൂടുതൽ കട്ടമാനുള്ള പോലെ തോന്നിയിട്ട് നമ്മൾ ഒരു 60 മൈൽ സ്പീഡിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇടുത്തടിച്ച പോലെയാണ് ചാടുന്നത്.
അപ്പൊ അതൊന്നും ലെവലല്ല. പക്ഷെ ബാക്കിയുള്ള റോഡിൽ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഖമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വണ്ടി ഓടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം വെച്ചാൽ വണ്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അത് തന്നെയല്ല, വഴിക്ക് ഇപ്പൊ എണ്ണം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഒക്കെ 3 വരിപ്പാതയാണ് താനും. അപ്പൊ അത് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഇതൊക്കെ നോക്കിയാൽ തിരക്കില്ലാത്ത റോഡിൽ വരെ 3 വരിപ്പാതയാണ്. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് വേണ്ടത് 3 വരിപ്പാതയായിരുന്നു. പക്ഷെ നമ്മൾ കടന്നു വന്നപ്പോൾ എല്ലാം 2 വരിപ്പാതയായിപ്പോയി. അത് തന്നെയല്ല, ഫ്ലൈ ഓവറുകൾ ഇല്ലാണ്ടായിപ്പോയി, ഈ സിഗ്നലുകൾ കൂടിയിട്ട്. അതാണ് നമ്മുടെ ഇവിടെ ട്രാഫിക് ജാം ഇത്രയധികം കൂടുതൽ വരുന്ന ഒരു കേസ് ഉണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും കാലക്രമേണ ഫ്ലൈ ഓവറുകളും കാര്യങ്ങളൊക്കെ വരുന്ന വിചാരിക്കാം. നമുക്ക് ഇവിടുത്തെ എത്ര കിലോമീറ്റർ ഉണ്ടാവും അജീഷ്? 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സമയം 2 മണിയൊക്കെ ആയതുകൊണ്ടല്ലേ, 1:35 സമയം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പഞ്ചസാര കമ്പനിയിലേക്കാണ് അല്ലേ അജീഷ്? പഞ്ചസാര ഫാക്ടറി. ഞാൻ ഇതേവരെ പഞ്ചസാര ഫാക്ടറി കണ്ടിട്ടില്ല കേട്ടോ. അത് നല്ല ട്രിപ്പുകൾ പോയപ്പോഴും കരിമ്പ് കൊണ്ട് വണ്ടി ഉള്ളിലേക്ക് കയറി പോകണ കണ്ടിട്ട് പഞ്ചസാര ഫാക്ടറി ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ കിടത്തി വിട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ വണ്ടിയിൽ പോകുമ്പോൾ ഇനിയിപ്പോ ആ ഒരു പ്രശ്നമില്ല. അവിടെ പോകുമ്പോ അറിയാം എത്ര ആളുടെ ഉള്ളിൽ കിടത്തി വിടില്ല എന്ന് പറയും. ചിലപ്പോ ഒരാളെ വിടുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്നെ പുറത്ത് നോക്കിയിട്ട് ഞാൻ അകത്ത് പോയി പായ് മടക്കിയാ മതി. പായൊക്കെ ഞാൻ പഠിക്കുള്ളൂ. എനിക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പല പ്രാവശ്യം പോയിട്ടും എന്നെ കിടത്തി വിട്ടിട്ടില്ല. ചില കമ്പനികളിൽ ഒരാളിനെ ഉള്ളിൽ വിടും. അല്ല, അത് പക്ഷെ ഞാൻ കാറിൽ പോയിട്ടാടാ. ഏത് വണ്ടിയിൽ ലോഡ് ഇറക്കാൻ പോണവരൊപ്പം പോയിട്ടല്ല. അതിപ്പോ ഡ്രൈവർ ക്ലീനർ എന്ന് പറഞ്ഞാൽ കിടത്തി വിടാണ്ടിരിക്കില്ല എന്തായാലും. അതിന് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പെഷ്യൽ പെർമിഷനോ കാര്യങ്ങളോ എന്തെങ്കിലും മേടിക്കാം. അതൊന്നും പ്രശ്നമില്ല. സേലം 134 കിലോമീറ്റർ. അപ്പം അവിടെ കിടത്തി വിടുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കരിമ്പിന്റെ പ്രവർത്തനവും എങ്ങനെയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നത് നോക്കാം. അറിയില്ല, സാധാരണഗതിക്ക് കിടത്തി വിടുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. കഴിഞ്ഞ മാസം ചിലപ്പോ കിടത്തി വിടും. ആജീഷ് ക്യാമറമാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫേസ് മുഴുവൻ പിടിച്ചു വെച്ചു. ഈ പ്രാവശ്യം ഫേസ് ഇല്ല. ഈ പ്രാവശ്യം ഫേസ് വേണ്ട, ഈ റോട്ടിലെ കാഴ്ചകളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കേണ്ടത്. അജീഷ് ഞാൻ ക്ലാസ് കൊടുത്തു. അജീഷ് എന്റെ മുഖമല്ല വേണ്ടത്, പുറത്തെ റോഡാണ്. ആൾക്കാരെ വെറുപ്പിച്ചൂലേ? അതുകൊണ്ട് തന്നെ മാക്സിമം പുറത്തെ കാഴ്ചകൾ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ. എന്റെ ഫേസ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അപ്പൊ 3 വരിപ്പാത ആയതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും കാര്യത്തിനൊക്കെ നല്ല സുഖമാണ്. തിരക്കൊന്നുമില്ലാണ്ട് മെല്ലെ പോവാം. ഇവിടെ എഴുതി വെച്ചില്ല ഏട്ടത് ചേർന്ന് പോയാൽ മതി. ഇല്ല, അത് 3 വരിപ്പാതയല്ലേ, അവിടെ പ്രശ്നമില്ല. അവിടെ ഇപ്പോ ആരും അപ്പുറത്തെ സൈഡ് ചേർന്ന് പോകുന്നത് വളരെ കുറവ് ആൾക്കാരുള്ളൂ. അല്ലെങ്കിൽ സെൻട്രിങ്ങിൽ പിടിച്ചിട്ടേ പോകുള്ളൂ. കണ്ടില്ല എല്ലാ വണ്ടിയും. നമ്മുടെ അവിടെ 2 ട്രാക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിന് ഉത്തരം മാത്രം അവർ തന്നാൽ മതി. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്തായാലും 40 കിലോമീറ്റർ ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ നോക്കാം. പക്ഷെ കാറില്ലാത്തതുകൊണ്ട് കയറ്റം ഓരോ ഫ്ലൈ ഓവർ വരുമ്പോഴും എന്താ പറയാ, സ്പീഡ് കുറഞ്ഞ് 40ലേക്ക് വരും, 60ലേക്ക് വരും. 40, 60 ഇങ്ങനെ ഇട്ടിട്ട് ഓടിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് ഓരോ ഫ്ലൈ ഓവറും കയറ്റങ്ങൾ തന്നെയാണല്ലോ. അടുത്തതിന് അടുത്തായിട്ട് ഇങ്ങനെ ബന്ധിച്ച് പോണ സമയത്തേ അങ്ങനെ വരുള്ളൂ. അപ്പൊ 5ാമത്തെ ഗിയർ 6ാമത്തെ ഗിയർ അതിന്റെ താഴത്തേക്ക് ഇടാറില്ല കേട്ടോ. അതിന്റെ താഴത്തേക്ക് ഇടേണ്ട വരാറില്ല ഹൈവേയിൽ. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5, 6 അങ്ങനെ നിൽക്കും. അജീഷ് അതിന്റെ താഴത്തേക്ക് നല്ല കയറ്റാണെങ്കിൽ മാത്രമല്ലേ ഇടേണ്ട വരാറുള്ളൂ. ഈ 4 ലൈനൊന്നും വരില്ല. അത്രയും നല്ല കയറ്റം ചവിട്ട് കിട്ടിയവരൊക്കെ മാത്രം. അതെ, എന്നാൽ മാത്രമാണ് അതിന്റെ ആവശ്യമുള്ളൂ നിലവില്. അപ്പൊ നമുക്കൊരു 40 കിലോമീറ്റർ വേഗം ഓടിച്ചെത്തിക്കാം. ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും നിർത്തിയിട്ടാ. ബാക്കിലത്തെ വണ്ടിക്കാരൻ പറഞ്ഞ് കയറ് ലേശം ലൂസ് ഉണ്ട്, അവിടെ ഇവിടെ കഴിഞ്ഞുണ്ടൊക്കെ കൂടി താഴത്തേക്ക് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, കയറൊക്കെ ലൂസായി. എവിടേക്കോ എന്തൊക്കെയോ പിടുത്തം നഷ്ടപ്പെട്ടു കയറിൻ്റെ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വലിച്ച് അവിടെ ഇവിടേക്കൊന്ന് വലിച്ച് കെട്ടാനുള്ളടത്ത് കെട്ടണം. ഇനിയിപ്പോൾ ആകെ നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ തള്ളി നിൽക്കണോണ്ട് എല്ലാം കൂടി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമേ. പോവില്ല അല്ലേ? എന്നാൽ കൂടി നമ്മുടെ ധൈര്യത്തിനെ എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആക്കാം. കാരണം ബാക്കിലത്തൊക്കെ അഴിഞ്ഞാൽ കിടക്കണത്. അപ്പോൾ ഒന്നൊരു കെട്ടൊന്ന് മുറുക്കിയതിന് ശേഷം പോവുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഒന്ന് നോക്കട്ടെ, എല്ലാം കെട്ടിയൊന്ന് മുറുക്കട്ടെ. ഇവിടെ ഭയങ്കര ലൂസായിപ്പോയി, ഈ സൈഡും ലൂസായിപ്പോയി. ഇത് ചാക്കല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോല് കുത്തി വെച്ചിട്ട് സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തേക്കുക. അതിൻ്റെ മുകളിലേക്കാണ് ഈ അറക്കപ്പൊടി പോലത്തെ ഫുൾ പൊടി ബോഡിയുടെ ഉള്ളിൽ നിറച്ചേക്കുക. അപ്പോൾ നിലവിൽ ചാക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബൈ ചാൻസ് തള്ളിപ്പോയി കഴിഞ്ഞാൽ എല്ലാ പൊടിയും കൂടി റോട്ടിൽ ചാടിപ്പോവും. പിന്നെ JCB വിളിച്ച് നമ്മൾ കയറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ റോഡ് പണി എന്തോ നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ താഴത്തേക്ക് സൈഡിൽ കൂടെ വിട്ടേക്കുക. ഈ കണ്ട ടോളും കാര്യങ്ങളും ഒക്കെ മേടിച്ച് 500-600 രൂപയൊക്കെ ടോളും മേടിച്ച് കഴിഞ്ഞിട്ട്
എല്ലാ സ്ഥലത്തും റോഡ് പണിയാണ്. എന്നിട്ട് താഴത്തേക്കടെ ബൈപ്പാസ് ചെയ്ത് വിടുക. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെന്തായാലും ഈ സാധനങ്ങൾ ഓരോന്ന് മുറുക്കി വെച്ച് കെട്ടിയിട്ട് പോവാം. നമ്മളുടെ ഇത് എവിടേക്കുള്ള ബസ്സാണിത്? ബാംഗ്ലൂർ. ഇത് ഏത് ഇതിൻ്റെ ബസ്സാണോ? ഗവൺമെൻറ് വണ്ടിയാണോ അത്? ട്രാൻസ്പോർട്ട് അല്ലാന്നുണ്ട്, പക്ഷേ ബോർഡൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇതൊന്ന് കെട്ടി മുറുക്കട്ടെ കേട്ടോ. കെട്ടി മുറുക്കൽ ഞാനും കൂടി ഒന്ന് വലിച്ച് എന്തെങ്കിലും ടൈറ്റ് ആണെങ്കിൽ ടൈറ്റ് ചെയ്യട്ടെ. എന്തായാലും കെട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറുക്കി കേട്ടോ. അടിപൊളിയായി. എന്നാലും ഫുള്ള് ടൈറ്റ് ചെയ്ത് നമുക്ക് പറ്റില്ല, കാരണം ആഴ്ച കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് വലിച്ച് മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്തു. ഇനി പോലില്ല അജീഷേ? കുഴപ്പമില്ല. അജീഷ് പറഞ്ഞ് എനിക്ക് ധൈര്യം, കാരണം അവനറിയാമല്ലോ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. കെട്ടി ക്ഷീണിച്ചു. വെള്ളം ഡോറടയ്ക്കാൻ പോവാം. അപ്പം ഇനിയിപ്പോൾ മുകളിൽ ഹൈവേയിലേക്ക് കയറണം കേട്ടോ. ടോളിൻ്റെ ഇവിടെ വരെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സാധാരണ ടോളിൻ്റെ അടുത്തെങ്കിലും നല്ലൊരു ആദ്യ പ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അതും കൂടി ഇല്ലല്ലോ. ശോകമായിട്ടുള്ള ടോളാണല്ലോ. പൈസ കുറവായിരിക്കും. പൈസ ചിലപ്പോൾ കുറവാണോ? അല്ല, 400-770 രൂപ നൈതിയുണ്ടല്ലോ. അത് വലിയ ആൾക്കാരുണ്ട്. സൈഡ് നോക്കിയോടാ. സൈഡ് ചിലപ്പോൾ ടോൾ വെച്ചിട്ട് വരില്ല. ടോൾ വെച്ച് പോകാനുള്ള ഗ്യാപ്പുണ്ട്. ഇത് ലാശം ഗ്യാപ്പുണ്ട്. ചിലത് തീരെ ഗ്യാപ്പില്ല ടോളിൻ്റെ അവിടെ. ഇത് അത്യാവശ്യം വലിപ്പുണ്ട്. ഓക്കെ, തുറന്നു. ഇപ്പൊ 4 ടോൾ അങ്ങോട്ട് കഴിഞ്ഞു പടപെടാന്ന് പറഞ്ഞിട്ടല്ലേ. എന്റെ പൊന്നെ, ടോള് കൊടുത്താണ് വയ്യാണ്ടാവുക. എനിക്ക് വയ്യ. എത്ര രൂപ ഉണ്ടായിരുന്നറിയോ? എന്റെ ബാങ്കൊക്കെ ഫുള്ളായിരുന്നു. ഫീസിനടിക്കലും നമ്മുടെ ടോള് കൊടുക്കലും കൂടി വാടക കിട്ടിയാലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. മുഖത്തിന് തെളിച്ചം പോയി. ഇത് ടോയ്ലറ്റ് ഇതിന്റെ കേട്ടോ. ടോളിന്റെ അത് തുറന്നിട്ടുണ്ട് അല്ലേ? സാധാരണ എല്ലാം തുറന്നിട്ടില്ല. അതേപോലെ ടോളിന്റെ അവിടെ തുറന്നിടും. അവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആ വാളയാറിന്റെ അവിടെ ഇല്ലേ, അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആൾക്കാർ തുറന്നിട്ടില്ല. നമ്മുടെ ആൾക്കാർ തുറന്നിട്ടില്ല, അടച്ചു കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട്. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാണോ? നമുക്ക് ഇനി പോകേണ്ടത് അടുത്ത സ്ഥലം പെരുന്തുറൈ അല്ലേ? പെരുന്തുറ കഴിഞ്ഞു. ആ ടോളുണ്ട്, അത് പെരുന്തുറ ടോളാണ്. ആ, പെരുന്തുറ ടോൾ. ഇനിയിപ്പോ അടുത്ത സ്ഥലത്തിന്റെ പേരെന്താ? ഭവാനി. ഭവാനി തിരിയണം. ഭവാനി നമുക്ക് ലെഫ്റ്റ് അല്ലേ തിരിയണ്ടേ? സത്യമംഗലം റോഡിൽ പോകണം. സത്യമംഗലം, അതായത് നമ്മുടെ വീരപ്പന്റെ കാടല്ലേ? വീരപ്പന്റെ കാട് റോഡിൽ കൂടെ പോകണം. ആ വഴിക്ക് എന്തൊരു മോഡാണാവോ? 11 കിലോമീറ്റർ ഉള്ളൂ. 11. ആ, അധികം ദൂരമില്ല. അപ്പൊ എന്തായാലും വീരപ്പന്റെ കാടിന്റെ ഉള്ളിലേക്ക് വരാം. ഇനിയിപ്പോ വീരപ്പൻ വരും എന്നുള്ളൊരു പേടി വേണ്ട. വീരപ്പനെ പേടിക്കേണ്ട ആവശ്യമില്ല ജീഷ. ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. പണ്ട് കാലത്തൊക്കെ വീരപ്പൻ വരുമെന്ന് പേടിച്ചിട്ട് ആൾക്കാർ വണ്ടിയിൽ കിടന്നുറങ്ങില്ല എന്ന് പറയണ ശരിയാണോ? അത് നേരത്തെ ഇല്ല. നമ്മള് പഞ്ചസാര കമ്പനിയുടെ അടുത്തെത്താറായിട്ടോ. ഇനി ആകെ ഒരു 5 കിലോമീറ്ററാണ് കാണിക്കണ നിലവില്. അപ്പൊ ഞങ്ങൾക്ക് ഈ വഴി തെറ്റിയോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇവനൊരു സിഗ്നൽ തന്നതാണ്. അതായത് കരിമ്പ് റോട്ടിക്കടെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കണ്ടാവും പഞ്ചസാര കമ്പനിയുടെ അടുത്തുനിന്ന്. അപ്പൊ നോക്കിയപ്പോ റോട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കരിമ്പിന്റെ ചെറിയ ചെറിയ പീസുകൾ ചാടി കിടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വണ്ടികളിൽ നിന്ന് പോകുമ്പോഴൊക്കെ നിലത്ത് ചാടി പോകുന്ന കരിമ്പിന്റെ പീസുകളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംഭവം. ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കിലോമീറ്റർ കണ്ടമാനം കൂടുതലായി. നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു വഴിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ഹൈവേക്കടെ മാത്രമാണ് വന്നത്. ഉള്ളിക്കടെ കയറി വരുന്നത് വലിയ ഹൈറ്റ് ലോഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ വഴിക്കൊക്കെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡ് തട്ടുമെന്ന് പേടിച്ച് നമ്മൾ കറക്റ്റ് ഹൈവേക്കടെ മാത്രം ഭവാനി കൂടിയിട്ടാണ് നമ്മൾ ഈ വന്ന ഈ സ്ഥലത്തേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ കൂടിയത് അതുകൊണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ 5 കിലോമീറ്റർ കൂടി ഉള്ളൂ. 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. പക്ഷെ മൊത്തത്തിൽ സംഭവം നോക്കിയപ്പോൾ കിലോമീറ്റർ ഈ വഴിക്ക് വന്നതുകൊണ്ട് തന്നെ കണ്ടമാനം കൂടി പോയി. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ കരിമ്പ് വീട് നടക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലായി സ്ഥലം എത്താറായി എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ ഫാക്ടറിയിലേക്ക് 5 കിലോമീറ്റർ കാണിക്കും. 5 കിലോമീറ്റർ ഇല്ല, ഇനിയിപ്പോൾ 4 സംതിങ് ഉള്ളൂ കിലോമീറ്റർ. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ, സ്ഥലം എത്തി. നമ്മളുടെ മുന്നിൽ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇറക്കാനുള്ളതാവും അല്ലേ? ഇവിടെ നമ്മളോട് ഇവിടെ ഒതുക്കിയിടാനല്ലേ പറഞ്ഞേക്കണേ? എന്നിട്ട് നാളെ രാവിലെ ബില്ല് കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചതിന് ശേഷം ഉള്ളിൽ കയറ്റാന്നല്ലേ? ഓക്കെ. മോള് മുട്ടുമെന്നുള്ളത് അറിയില്ല, നോക്കി മതി. അല്ലെങ്കിൽ ഇനി മോള് മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട. അപ്പൊ ഇനിയിപ്പോ നേരെ ഇവിടെ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്ത് പൂരി വയ്ക്കുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതൊരിക്കും എല്ലാവർക്കും ബൈ 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 ബൈ. ഒരു കൊതുകുണ്ട്, അവനെ കൊന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. കാലുമ്പോൾ നല്ല മേട്ടം പേടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയത്. അപ്പോൾ നാളെ കാണാം. ഓക്കെ.